അസ്സലാമു അലൈക്കും മർഹബൻ അഹ്ലം വസഹ്ല. നമ്മളിന്ന് കഴിഞ്ഞ റീസെൻ്റ്ലി നടന്ന LPS അറബിക്കിൻ്റെ ക്വസ്റ്റ്യൻ അനലൈസിങ് ആണ് നടത്തുന്നത്. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ പറയുന്നതിന് മുമ്പ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ചില കാര്യങ്ങൾ ആദ്യമേ പറയാൻ ആഗ്രഹിക്കുകയാണ്. ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ആകെ മാറിയിട്ടുണ്ട്. അപ്പോൾ ട്രാൻസ്ലേഷനായി നമ്മുടെ ലാംഗ്വേജ് ചെക്ക് ചെയ്യുന്ന ഒരുപാട് ചോദ്യങ്ങൾ കണ്ടു. 10-15ഓളം ചോദ്യങ്ങൾ ട്രാൻസ്ലേഷൻ ഓറിയൻറ്റഡ് ആയ അല്ലെങ്കിൽ സെൻറ്റൻസ് സ്ട്രക്ചർ ബേസ്ഡ് ആയ വളരെ കൺഫ്യൂസിങ് ആക്കുന്ന ചില ചോദ്യങ്ങൾ, നമ്മുടെ ലാംഗ്വേജിൻ്റെ കപ്പാസിറ്റി എത്രയുണ്ടെന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്ന പല ചോദ്യങ്ങളും ഇതിൽ ആഡായി വന്നിട്ടുണ്ട്. പിന്നെ മറ്റൊരു പോയിന്റ്, ഇൻഡെപ്ത് ചോദ്യങ്ങൾ പലയിടങ്ങളിലും, എല്ലായിടത്തുനിന്നും പറയുന്നില്ല, പ്രത്യേകിച്ച് കേരള ഇന്ത്യ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് എന്നും ചോദിക്കുന്ന ടിപ്പിക്കൽ ടൈപ്പ് ചോദ്യങ്ങൾ തന്നെ വന്നിട്ടുള്ളത്. പക്ഷേ മോഡേൺ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ കൺഫ്യൂസിങ് ആയിരുന്നു എന്ന് മാത്രമല്ല, ഇൻഡെപ്തുള്ള കുറച്ച് ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. പിന്നെ ഗ്രാമർ തുടങ്ങിയ കാര്യങ്ങൾ സാധാ പോലെ തന്നെയാണ്, വലിയ കൺഫ്യൂസിംഗ് ഒന്നും ഇല്ലാത്ത നോർമൽ പാറ്റേണിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇത്തവണ ചെറിയൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ, ഈ കായിക ഓറിയൻറ്റഡ് ആയ അല്ലെങ്കിൽ നിയമപരമായ ചില കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിരുന്നല്ല. മുമ്പ് കാര്യമായിട്ടും എക്സാമ്പിൾ ഓറിയൻറ്റഡ് ആയ കാര്യങ്ങളായിരുന്നു വന്നിരുന്നത്. ചെറിയൊരു മാറ്റത്തോടു കൂടിയാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ചെറിയ പാറ്റേണിൽ ചെറിയ മാറ്റങ്ങളുണ്ട്. LPS ആണെങ്കിൽ പോലും വളരെ നെറ്റിനൊക്കെ ചോദിക്കുന്ന അതേ പാറ്റേൺ, സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ്, മാച്ച് ദ ഫോളോയിങ് ബേസ്ഡ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആഡായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ എന്തായാലും നിങ്ങൾ പരിചയപ്പെടണം. ആ ഒരു പരിചയപ്പെടുത്തൽ കൂടിയാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അറബി ഭാഗത്തു നിന്ന് വന്ന വീഡിയോസാണ് ഇതിൽ നമ്മൾ, ക്വസ്റ്റ്യൻസുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. മൊത്തം 80 ചോദ്യങ്ങളാണ് ഈ സെഷനിൽ നമ്മൾ കവർ ചെയ്യുക. അപ്പോൾ ആദ്യ പാർട്ടിൽ നമ്മൾ ഫസ്റ്റ് വന്ന 40 ചോദ്യങ്ങളുടെ അനലൈസിങ് ആണ് നടത്താൻ പോകുന്നത്. ലഅല്ലൽ മിർആത്ത ഫൗക്കൽ കുർസി. ഞാൻ നേരത്തെ പറഞ്ഞു, ഡയറക്റ്റ് ആയിട്ട് എക്സാമ്പിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസിന് പകരം കുറച്ചും കൂടി കണ്ടന്റ് ഓറിയൻറ്റഡ് ആയ ഈ കായിക നിയമം അയാൾക്ക് അറിയുന്നുണ്ടോ എന്നതുകൂടി ചെക്ക് ചെയ്യാനുള്ള ഒരു പാറ്റേണുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സിമ്പിൾ ഡയറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിരിക്കില്ല കിട്ടുക. ലഅല്ലൽ മിർആത്ത ഫൗക്കൽ കുർസി. മുമ്പൊക്കെ ഇതിൽ സാധാരണ ഇപ്പോൾ അല്ലയുടെ നിയമം മനസ്സിലാക്കാൻ വേണ്ടിയുള്ള 4 ഉദാഹരണം കൊടുത്തിട്ട് ഇതിൽ ഏതാണ് ശരി എന്നുള്ള രീതിയിലായിരുന്നു ചോദ്യം വന്നിരുന്നത്. അതൊക്കെ മാറി. ആ ഒരു പാറ്റേണുള്ള ചോദ്യങ്ങൾ ഇത്തവണ ഒറ്റൊന്നും വന്നിട്ടില്ല. 4 ഉദാഹരണം കൊടുത്തിട്ട് ഇതിൽ ഏതാണ് ഇതിൻ്റെ ഉദാഹരണം, അല്ലെങ്കിൽ ഈ കാനാഹ്വാത്തുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടില്ല. അപ്പോൾ പാറ്റേണിൽ മാറ്റമുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. ലഅല്ലൽ മിർആത്ത ഫൗക്കൽ കുർസി എന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഖബർ എവിടെയാണെന്നാണ് ചോദ്യം. ലഅല്ലൽ മിർആത്ത ഫൗക്കൽ കുർസി. അപ്പോൾ നമ്മൾക്കറിയാം, ഇവിടെ ലഅല്ല എന്ന് പറയുന്നത് ഇന്ന അഖ്വാത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇന്ന അഖ്വാത്ത് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ശേഷം വരുന്നതിനെ ഇസ്മി എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇതാണ് ഇസ്മിലെ, ഇതിന് നെസ്ബ് കിട്ടണം. നെസ്ബ് കിട്ടിയിട്ടുണ്ട്. ഖബറിന് റഫ് കിട്ടണം, അല്ലേ? ഖബറിന് റഫ് കിട്ടണം. അപ്പോൾ ഇവിടെ ഫൗക്കൽ കുർസി എന്നുള്ളതാണ് ഖബറിൻ്റെ പൊസിഷനിലുള്ളത്. അപ്പോൾ അവിടെ റഫ് ഇല്ലേനും. നമുക്കറിയാം, ജാർ മജ്റൂറോ ലർഫൊക്കെ ഖബറായി വരുമ്പോൾ അവിടെ ഒരു ഖബർ നമ്മൾ സങ്കല്പിച്ചു കൊടുക്കണം, അല്ലേ? അപ്പോൾ അല്ലൽ മിർആത്ത മൗജൂദുൻ ഫൗക്കൽ കുർസി, അങ്ങനെയൊക്കെയാണ്, മൗജൂദത്തുൻ ഫൗക്കൽ കുർസി എന്നൊക്കെയാണ് പറയേണ്ടത്. അപ്പോൾ ചോദ്യം അതല്ല, ഇവിടെ ഖബർ ഏതാണ്, ഏത് ഇനത്തിൽപ്പെട്ട ഖബറാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ്. ജുംല ഇസ്മിയാണോ, ജുംല ഫെലിയാണോ, മുഫ്രദാണോ, ഷിബ്ഹ് ജുംലയാണോ? ഈ 4 രീതിയിലും ഖബർ വരാൻ പറ്റും. ജുംല ഇസ്മിയ എല്ലാവർക്കും അറിയാം, അല്ലേ? നമുക്ക് ജസ്റ്റ് പരിശോധിക്കാം. ജുംല ഇസ്മിയ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മുബ്തദ ഓൾറെഡി അവിടെ ഉണ്ടാകും. പിന്നെ ഖബറിനെ വേറൊരു മുബ്തദയും ഖബറായിട്ട് വരിക. എന്നിട്ട് ഈ മുബ്തദയും ഖബറും കൂടി ആ ഒരു ജുംല ഒന്നാമത്തെ വാക്കിൻ്റെ ഒന്നാമത്തെ മുബ്തദയുടെ ഖബറായിട്ട് വരിക. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുക, അൽ കിതാബു. അൽ കിതാബു ഉൻവാനുഹു വാദിഹുൻ. കിതാബ് പുസ്തകം, അതിൻ്റെ തലക്കെട്ട് വളരെ ക്ലിയർ ആണ്, വാദിഹാണ്. അപ്പോൾ അൽ കിതാബു എന്നുള്ളത് മുബ്തദയാണ്, അല്ലേ? ഉൻവാനുഹു വാദിഹു എന്നുള്ള വേറെ മുബ്തദ ഖബറാണ്. ഉൻവാനുഹു വാദിഹുൻ, ഉൻവാന് മറ്റൊരു മുബ്തദയാണ്, വാദിഹു എന്നുള്ളതിൻ്റെ ഖബറാണ്. അപ്പോൾ ഇത് മുബ്തദയും ഖബറും കൂടിയ ഒരു ജുംലയാണ്, ജുംല ഇസ്മിയയാണ്. ഈ ജുംല ഇസ്മിയയാണ് അൽ കിതാബ് എന്ന് പറയുന്ന ഈ ഒന്നാമത്തെ മുബ്തദയുടെ ഖബർ. അപ്പോൾ ഖബർ എപ്പോഴും ഒറ്റ വാക്കായി വരണമെന്നില്ല, ജുംല ഇസ്മിയായിട്ട് വരാം. ഇതാണ് അതിൻ്റെ ഉദാഹരണം. ചിലപ്പോൾ ജുംല ഫീലിയായിട്ട് വരാം. ഇവിടെ നോക്കുക, അൽ വലതു, ഒരു കുട്ടി, യക്തുബു ദർസ്, അവൻ ടെസ്റ്റ് ലെസൺ എഴുതുന്നവനാണ്, എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കുട്ടി എഴുതുന്നവനാണ്, കുട്ടി മുബ്തദയാണ്. പിന്നെ യക്തുബു ദർസ എന്നുള്ള യക്തുബു, ഇവിടെ ഒരു ഫായിലുണ്ട്, ദർസ എന്നുള്ള മഫ്ഊലും ഉണ്ട്, അല്ലേ? ഫായിൽ മുസ്തതിർ ലമീറാണ്. അപ്പോൾ യക്തുബു ഫെയില്, ഫായില്, മഫ്ഊല് കൂടി ആ ജുംല മൊത്തം ഒന്നായിട്ടാണ്, ആ ജുംല ഫെലിയാണ്. ആ ജുംല ഫെലിയാണ് ഈ അൽ വലദ് എന്ന് പറയുന്ന ഈ മുബ്തദയുടെ ഖബർ. അപ്പോൾ ഖബർ ചിലപ്പോൾ ജുംല ഇസ്മിയായിട്ടും വരാം, ജുംല ഫെലിയായിട്ടും വരാം. മിക്കവാറും ഘട്ടങ്ങളിൽ ജുംല
മുഫ്രദായിട്ടാണ് വരാറുള്ളത്. ജുംല ഒന്നും ഇല്ലാതെ സെയ്ദുൻ ഖായിമുൻ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള മുഫ്രദ്, ഒറ്റ വാക്ക്. മുഫ്രദ് മീൻസ് ഷിബ് ജുംലയോ ജുംലയോ ഒന്നും അല്ലാത്തതിനാണ് മുഫ്രദ് എന്ന് പറയുക. അല്ലാതെ ഒറ്റ പദം എന്ന അർത്ഥത്തിലുണ്ടോ? മുഫ്രദിന് പല അർത്ഥങ്ങളുണ്ട്. മുഫ്രദ് ജമ്മ് എന്ന അർത്ഥത്തിലുള്ള മുഫ്രദ് അല്ല ഇവിടെ ഉള്ളത്. ഇവിടെ മുഫ്രദോട് ഉദ്ദേശിക്കുന്നത് ഷിബ് ജുംലയോ ജുംലയോ അല്ലാത്ത ഖബറായി വരുമ്പോഴാണ് അവിടെ മുഫ്രദ് എന്ന് പറയാം, സെയ്ദുൻ ഖായിമുൻ എന്നൊക്കെ പറയുന്നത് പോലെ. ഇനി മറ്റൊരു ഘട്ടം കൂടി, അതാണ് ഇവിടെ ചോദ്യത്തിൽ ചോദിച്ചത്. ഷിബ്ഹ് ജുംല എന്ന് പറയും. ഷിബ്ഹ് ജുംല എന്ന് പറഞ്ഞാൽ ജാറു മജ്റൂറോ ലർഫോ ആകുന്ന ഘട്ടത്തിലാണ് ഷിബ്ഹ് ജുംല എന്ന് പറയാം. ഇപ്പൊ ഫൗക്കൽ കുർസി, ചെയറിന് മുകളിൽ എന്ന് പറയുമ്പോൾ അവിടെ അവസാനിക്കുന്നുണ്ടോ? ആശയം അവസാനിക്കുന്നില്ല. പക്ഷെ അവിടെ വാക്കില് ആ ആശയത്തെ പൂർണ്ണമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം അവിടെ ഇല്ലതാനും. ജുംല ആയിട്ടില്ലേനും എന്നാൽ ജുംലയുടെ ആശയം അവിടെ കിട്ടിയതാനും അല്ലേ? അതാണ് ഈ ഇതിന്റെ സെയ്ദുൻ ഫിദ്ദാരി, സെയ്ദ് വീട്ടിൽ എന്ന അർത്ഥമുള്ളൂ. പക്ഷെ വീട്ടിലാണ് എന്ന് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ജുംല ആയിട്ടില്ല എന്ന ജുംല പോലെയാണ്. അപ്പൊ ഈ ജാറു മജ്റൂറും ദർഫൊക്കെ ആയി വരുന്ന ഘട്ടത്തിലാണ് നമ്മൾ ഷിബ്ഹ് ജുംല എന്ന് പറയാ. അപ്പൊ ഇവിടെ നോക്കൂ, അപ്പൊ ഇവിടെ നമ്മുടെ ഉദാഹരണത്തില് ഇവിടെ ലഅല്ലൽ മിർആത്ത ഫൗക്കൽ കുർസി എന്ന് പറയുന്നത് ഫൗക്കൽ കുർസി ആണല്ലേ? ഫൗക്ക എന്നുള്ളത് ലർഫാണ്, ഫൗക്കൽ കുർസി. അപ്പൊ അങ്ങനെ ലർഫായി വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അതിനെ പറയാറുള്ളത് ഷിബ്ഹ് ജുംല എന്നുള്ളതാണ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഷിബ്ഹ് ജുംലയാണ്. ക്ലിയർ ആയല്ലോ? പിന്നെ അടുത്തൊരു ചോദ്യമുണ്ട്. ഇത് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ്. ബലാഗി എന്ന് പറയുന്ന ചോദ്യമാണ്. ഇഖ്തറ സഹീഹ മിന തസ്രീഹാത്തിൽ ഹാത്തിയ, താഴെയുള്ള സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതിലൊന്ന് മാത്രമേ ക്ലിയർ ആണ്. അപ്പോൾ ഇത് കുറച്ചും കൂടി എന്താ പറയാ, ആ വിഷയത്തെക്കുറിച്ചുള്ള ധാരണകൾ നമുക്കുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. അൽ ഖിയാലു ഹുവല്ലദി യംനഹുൽ അദബ സിഫത്തൽ ഖുലൂദി. ഖിയാൽ ഒരു ലിറ്ററേച്ചറിന്റെ, ആ ലിറ്ററേച്ചറിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ച അല്ലെങ്കിൽ ഒരു കൃതിയുടെ ഖിയാൽ, അതിന്റെ ചിന്തയാണ്, അതിന്റെ തോട്ടാണ് ആ കൃതിക്ക് അല്ലെങ്കിൽ ആ ഒരു വർക്കിന്, ഒരു ലിറ്ററേച്ചർ വർക്കിന് ശാശ്വതമായ അല്ലെങ്കിൽ എന്നേക്കും ആളുകളിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് അതിനെ മാറ്റുന്നു. അപ്പൊ ചിന്തയാണ്, ഈ ഖിയാലാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് അൽ അദബു യക്തസിബു സിഫത്തൽ ഖുലൂദി മിനൽ ആതിഫതി. ആ ഒരു വർക്കിന്റെ ഇമോഷണൽ ആസ്പെക്റ്റ് ആണ് അതിന് എറ്റേണിറ്റി എന്ന് പറയുന്ന ഒരു ആശയതലം കൊടുക്കുന്നത്. അപ്പൊ ഇമോഷൻസ്, അതിന്റെ ആതിഫത്തിനെയാണ് രണ്ടാമത്തതിൽ ഹൈലൈറ്റ് ചെയ്തത്. മൂന്നാമത്തോടത്ത് പറഞ്ഞത് സിഫത്തുൽ ഖുലൂദി യക്തസിബുഹൽ അദബു മിനൽ ഉസ്ലൂബി. ആ കൃതിയുടെ ഘടനയാണ് അതിനെ എറ്റേണിറ്റി ആക്കി മാറ്റുന്നത് എന്നാണ്. നാലാമത്തത് ഗൈറു മാ ദുക്കിറ. അപ്പൊ ഇതിൽ മൂന്നും നമുക്ക് തോന്നാം ചിന്ത വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ, അതിൻ്റെ സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് അല്ലേ, അതേപോലെ അതിൻ്റെ ഇമോഷൻസ് ഇമ്പോർട്ടൻ്റ് അല്ലേ? മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ മൂന്നും ഇതിൻ്റെ ഒരു ഘടകങ്ങളാണ് എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വർക്കിനെ, ആ വർക്ക് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇമോഷൻസിനെ കൃത്യമായി കൺവേ ചെയ്യുമ്പോഴാണ് ആളുകൾക്കിടയിൽ ആളുകളുടെ ഉള്ളിൽ അത് തട്ടുകയും അതിന് കൂടുതൽ കാലത്തോളം മാർക്കറ്റിംഗ് ഉണ്ടാക്കുകയും കൂടുതൽ കാലത്തോളം അത് ശാശ്വതമായി നിൽക്കുകയും ചെയ്യാം. ആ അർത്ഥത്തിൽ ഇവിടെ കൊടുത്തിട്ടുള്ള ആൻസർ അൽ അദബു യക്തസിബു സിഫത്തൽ ഖുലൂദി മിനൽ ആതിഫ എന്നുള്ളതാണ് കൊടുത്തത്. അപ്പൊ ആതിഫത്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, എറ്റേണിറ്റി കൊടുക്കുക. മറ്റതൊക്കെ പോസിറ്റീവായ ഘടകങ്ങൾ തന്നെയാണ്. സോ ബി ആണ് ഇവിടെ ആൻസർ. ഓക്കെ, അടുത്തൊരു ചോദ്യം ഉള്ളത് നഹവിന്റെ ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യം, കസ എന്ന് പറയുന്ന ഫീല്. ഞാൻ നേരത്തെ പറഞ്ഞു ഇത്തവണ ഡയറക്റ്റ് സിമ്പിൾ ഉദാഹരണങ്ങൾ കൊടുത്തിട്ട് സെലക്ട് ചെയ്യാൻ, തെറ്റായത് കണ്ടെത്താന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളല്ല വന്നിട്ടുള്ളത്. കുറച്ചും കൂടി നിയമപരമായ വിഷയങ്ങൾ നമുക്ക് അറിയുന്നുണ്ടോ, ധാരണ എത്രമാത്രം ഉണ്ട് എന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. കാരണം ഇത് അധ്യാപകർക്കുള്ള ടെസ്റ്റ് ആണല്ലോ. അപ്പൊ അധ്യാപനം നടത്തുമ്പോൾ നിയമങ്ങൾ വഴി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രമാത്രമുള്ള ധാരണകൾ ഉണ്ടാവണം. അതുണ്ടോ ഇല്ലയോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഇവിടെ കസ എന്നുള്ള ഫെയില്, ഈ കസ എന്നുള്ള ഫെയില് ഏത് രീതിയിൽപ്പെട്ട ഫെയിലാണെന്നാണ് ചോദിച്ചത്. അപ്പൊ ഇത് ഇവിടെ 4 ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഈ 4ഉം ശരിയാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. ചില ഘട്ടങ്ങളിൽ ചിലപ്പോൾ 3 വളരെ അതുമായി ബന്ധമില്ലാത്ത, മാച്ചിങ് അല്ലാത്ത ഓപ്ഷൻസ് കൊടുത്താൽ നമുക്ക് സിമ്പിളായി കണ്ടെത്താൻ പറ്റും. പക്ഷെ ഇത് 4ഉം നിയമപരമായിട്ട് വസ്തുതാപരമായി ശരിയായ നിയമങ്ങൾ തന്നെയാണ്. മാ യൻസിബ് മഫ്ഊലൈനി അസ്ലുഹുമാ മുബ്തദഉൻ വ ഖബറുൻ. ഈ 2 മഫ്ഊലിന് അമല് ചെയ്യുന്ന, 2 മഫ്ഊലിന് നസ്ബ് കൊടുക്കുന്ന ഒരു അദാത്താണ്. മാത്രമല്ല അസ്ലുഹുമാ മുബ്തദഉൻ വ ഖബറുൻ, അതിന്റെ അസ്ല് മുബ്തദയും ഖബറുമാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ അതേപോലെ തന്നെയാണ്, പക്ഷേ ലൈസ അസ്ലുഹുമാ മുബ്തദഉൻ വ ഖബറുൻ എന്നാണ് ഇവിടെ കൊടുത്തത്. മൂന്നാമത്തത് 3 മഫ്ഊലിന് അമല് ചെയ്യുന്ന അദാത്ത് എന്നാണ്, ഒരു ഫെയിൽ എന്നാണ് പറഞ്ഞത്. അദാത്തല്ല, ഒരു ഫെയിലാണ് കസ എന്നുള്ളത്. നാലാമത് പറഞ്ഞത് ഒറ്റ മഫ്ഊലിന് അമല് ചെയ്യുന്ന, ഒറ്റ മഫ്ഊൽ ഉണ്ടാവുന്ന ഒരു ഫെയിലാണ്. ശരി, കസ എന്ന് പറഞ്ഞാൽ ധരിപ്പിച്ചു എന്നാണ്. ധരിപ്പിച്ചു, ആര് ധരിപ്പിച്ചു? ഫായിലാണ്. ഓക്കെ, ആരെ ധരിപ്പിച്ചു?
ഒരാളെ ധരിപ്പിച്ചു. അപ്പോൾ ഇവിടെ ചോദ്യം ബാക്കിയുണ്ട്, എന്താണ് ധരിപ്പിച്ചത് എന്നുള്ള ചോദ്യത്തിന്റെ ബാക്കി അവിടെ ആൻസർ കിട്ടണം. ഒരാൾ ധരിപ്പിച്ചു, വസ്ത്രം ധരിപ്പിച്ചു, ആർക്ക്? സെയ്ദിന് ധരിപ്പിച്ചു. അപ്പൊ സെയ്ദ് എന്നുള്ള വാക്കും എന്തിനെ എന്നുള്ള വാക്കും അല്ലെ, ആർക്ക് എന്തിന് എന്ന ചോദ്യം ഇവിടെ ബാക്കിയുണ്ട്. അതുകൊണ്ട് ഇവിടെ രണ്ട് മഫൂലുണ്ട് അല്ലെ, രണ്ട് മഫൂലുണ്ട്. രണ്ട് മഫൂലുണ്ടെന്ന് മാത്രമല്ല, ആ രണ്ട് മഫൂൽ നമ്മൾ എടുത്തു നോക്കിയാൽ, ആ രണ്ട് മഫൂലിനെ വെച്ച് നോക്കിയാൽ ഒരു മുബ്തദയുടെയും ഖബറിന്റെയും സ്ഥലത്ത് വെക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ? പറ്റുന്നില്ല. സോ ഇവിടെ ഈ മാ യൻസി മഫ്ഊലൈനി ലൈസ അസ്ലുഹുമാ മുബ്തദഉൻ വ ഖബറുൻ എന്നുള്ളതാണ് ശരിയായ ആൻസർ. അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം. ഇവിടെ ഒന്നാമത്തെ പറഞ്ഞത് രണ്ട് മഫൂല് ഉണ്ടാവുന്നു അവിടെ, പക്ഷേ രണ്ട് മഫൂലിനെയും വെച്ചാൽ, രണ്ട് മഫൂലിനെയും വേർതിരിച്ച് ഒന്ന് എടുത്ത് വെച്ചാൽ ഒന്നാമത്തേന് മുബ്തദ ആയിട്ടും രണ്ടാമത്തേന് ഖബറായിട്ടും വെക്കാൻ പറ്റുന്ന ചില ഫെയിലുകളുണ്ട്. അത് നമ്മൾ ലന്നവാഹ്വാത്തുഹ എന്നാ പറയാം. ലന്നവാഹ്വാത്ത് എന്ന് പറഞ്ഞാൽ ലന്നയെ പോലെ അമൽ ചെയ്യുന്നത്. ലന്നയെ പോലെ എന്ന് മീൻസ് രണ്ട് മഫൂൽ ഉണ്ടാകുന്ന ഫെയിലുകൾക്കാണ് ലന്നവാഹ്വാത്ത് എന്ന് പറയാം. ലന്ന സിവ ഹാല റഅ മീൻസ് അഭിപ്രായപ്പെട്ടു എന്നുള്ളതല്ല, സോറി, ഇങ്ങനെ ആ രീതിയിലുള്ള കൽബിയായ ചിന്തിച്ചു, ഇയാളെ കുറിച്ച് ചിന്തിച്ചു, അയാൾ മണ്ടനാണെന്ന്, അപ്പം ആ രീതിയിലുള്ള കണ്ടു എന്ന അർത്ഥത്തിലുള്ള അല്ല. കണ്ടു നാകുമ്പോൾ ഞാൻ ഇതിനെ കണ്ടു അവസാനിച്ചു, ഒറ്റ മഫൂലേ ഉള്ളൂ. ഈ ആശയപരമായിട്ടുള്ളതാകുമ്പോഴാണ് ഈ ലന്നവാഹ്വാത്തിലൂടെ. അപ്പം അങ്ങനെ ഒരുപാട് ഈ ചിന്തിച്ചു തുടങ്ങിയ ഒരുപാട് പദങ്ങളുണ്ട്. അപ്പം അതിനെടുത്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു വാക്കാക്കിയിട്ട് ഒരു മുബ്തദയും ഖബറുള്ള ഒരു ജുംല ഇസ്മിയാക്കി മാറ്റാൻ പറ്റും. ഇവിടെ നോക്കൂ, ലനൻതു താലിബ മുജ്തഹിദൻ, ഞാനൊരു കുട്ടിയെ കുറിച്ച് വിചാരിച്ചു അയാൾ വളരെ പരിശ്രമശാലിയാണ് എന്നുള്ളത്. അപ്പൊ താലിബ് എന്നുള്ളതാണ് ഒന്നാമത്തെ മഫൂല്, മുജ്തഹിദ് എന്നുള്ളതാണ് രണ്ടാമത്തെ മഫൂൽ അല്ലേ. അപ്പൊ ഈ ഒന്നാമത്തെ മഫൂലെയും രണ്ടാമത്തെ മഫൂലെയും ഒറ്റയ്ക്ക് നമ്മൾ എടുത്തിട്ട് ആ താലിബ് മുജ്തഹിദുൻ എന്നുള്ള ഒരു മുബ്തദയും ഖബറും ആക്കിയാൽ അത് അർത്ഥം ശരിയാകുന്നുണ്ടോ? ശരിയാകുന്നുണ്ട്. അപ്പൊ അത്തരം പദങ്ങളാണ് മാ യൻസി മഫ്ഊലൈനി അസ്ലുഹുമാ മുബ്തദഉൻ വ ഖബറുൻ എന്ന് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇതേ രീതിയിലുള്ള രണ്ട് മഫൂൽ ഉണ്ടാവും, പക്ഷെ ആ രണ്ട് മഫൂലിനെയും ഒരു മുബ്തദയുടെയും ഖബറിന്റെയും സ്ഥലത്ത് വെക്കാൻ പറ്റാത്തതുണ്ടാവും. അതാണ് ഇവിടെ പറഞ്ഞ നൽകി എന്നൊക്കെ പറഞ്ഞാല്, ഞാൻ സെയ്ദിന് ആതൈതു സെയ്ദൻ ദിർഹമൻ, ഞാൻ സെയ്ദിന് ദിർഹം കൊടുത്തു അല്ലെ. ആതൈതു സെയ്ദൻ ദിർഹം എന്ന് പറയുന്ന അവിടെ ഈ സെയ്ദുൻ ദിർഹമുൻ, സെയ്ദ് ദിർഹമാണ് എന്ന് പറഞ്ഞാൽ ശരിയാവോ? ഇല്ല. അപ്പൊ രണ്ട് മഫൂലുണ്ട്, പക്ഷെ രണ്ട് മഫൂലെയും മൂത്തേയും ഖബറാക്കിയിട്ട് ചെയ്യാൻ പറ്റൂല. അതാണ് രണ്ടാമത്തോണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തത് മൂന്ന് മഫൂല് വരെ കൊടുക്കാവുന്ന പദങ്ങളുണ്ട്. വളരെ കുറച്ച് പദങ്ങളുള്ളൂ, 6 പദങ്ങളായിട്ടുള്ളൂ. അതിന് അഫ്ആലു അലമ എന്ന് പറയാം. അലമ, അഖ്ബറ, നബ്ബ, ഖബ്ബറ, അൻബ, തുടങ്ങിയ പദങ്ങളാണ് അതിനുള്ളത്. അപ്പൊ അതിന്റെ അർത്ഥം ശരിക്ക് ഫോർ എക്സാമ്പിൾ ഇത് അലം തു താലിബ ദർസ സഹലൻ, അല്ലെങ്കിൽ ആലം ഞാൻ പറഞ്ഞു കൊടുത്തു, ഞാൻ അറിയിച്ചു കൊടുത്തു അല്ലെ. അഖ്ബർ ആ ഒരു ഫീലിംഗ് ആയിരിക്കും. ഞാൻ വാൺ ചെയ്തു, ഞാൻ അറിയിച്ചു കൊടുത്തു താലിബ് ഒരു വിദ്യാർത്ഥിക്ക് ദർസിനെ പറ്റി, ലെസണിനെ പറ്റി എന്താണ് പറഞ്ഞു കൊടുത്തത്? സഹിൽ, വളരെ എളുപ്പമാണ് എന്ന്. അപ്പൊ ആർക്ക്, എന്തിനെ പറ്റി, എന്ത് പറഞ്ഞു? അപ്പൊ ഈ 3 ചോദ്യങ്ങൾക്കും ഉത്തരം അവിടെ ഉണ്ടാവും. അപ്പൊ ഇത് 3 മഫൂലാണ്. ഇത് മഫൂൽ അവലാണ്, ഇത് മഫൂൽ സാനിയാണ്, ഇത് മഫൂൽ സാലിസാണ്. അങ്ങനെ 3 മഫൂലുകളുള്ള ഫെയിലുകളുണ്ട്. പിന്നെ നോർമലി ഒറ്റ മഫൂല് ഉള്ള ഫെയിലുകളാണ് അധികം ഉണ്ടാവുന്ന പദങ്ങൾ. അപ്പൊ ഇതാണ് ആ ചോദ്യത്തിന്റെ ആശയം. സോ അവിടെ കറക്റ്റ് ആൻസർ മാ യൻസിബു കസ എന്നുള്ളത് ധരിപ്പിച്ചു. ആർക്ക്, എന്തിനെ ധരിപ്പിച്ചു? 2 മഫൂലുണ്ട്. ആ 2 മഫൂല് മുബ്തദയുടെയും ഖബറിന്റെയും സ്ഥാനത്ത് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. ഇത് ഒരു തീമാറ്റിക്കലായ ചോദ്യമാണ്. അൽ അദീബു, ഒരു സാഹിത്യകാരൻ, ഗൈറു മുഖയ്യദിൻ ബി ഖുയൂദിൻ, പ്രത്യേക കൈദുകൾ, കണ്ടീഷൻസുകളില്ല, ബന്ധനങ്ങളില്ല, സ്വതന്ത്രനാണ് ഒരു സാഹിത്യകാരൻ. ബൽ യത്റുകു നഫ്സുഹു തത്തജിഹു കമാ തശാഉ മിൻ ഗൈരി ഖൈദിൻ വലാ ശർത്തിൻ, അയാൾക്ക് ഷർത്തോ കണ്ടീഷൻസുകളോ നിബന്ധനകളോ ഒന്നുമില്ലാതെ തൻ്റെ മനസ്സിൽ ഉദിക്കുന്ന എല്ലാ ആശയങ്ങളെയും തുറന്ന് പറയാനും എന്തും ചെയ്യാനും, സാഹിത്യകാരൻ എന്ത് തോന്നുവോ അത് എഴുതാനും പറയാനൊക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യം ഒരു സാഹിത്യകാരൻ ഉണ്ടാകുന്നു. ഈ ഒരു അവസ്ഥയുണ്ട്. ഈ അവസ്ഥക്ക് ഇത് എന്തിൻ്റെ ഏത് ഇത്തിജാണ്, ഏത് ട്രെൻഡാണ് ഇതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അൽ ഫന്നുലിൽ ഫന്നി അൽ ക്ലാസിക്കിയ റൊമാൻസിയ വാഖിയ്യ. അൽ ഫന്നുലിൽ ഫന്നി എന്ന് പറഞ്ഞാൽ കലക്ക് വേണ്ടി ആണല്ലോ, കലക്ക് വേണ്ടി, അല്ലാതെ ചെയ്യാൻ ടു ഡുവോ അല്ലെങ്കിൽ ടു ബി എന്നോ അങ്ങനെയൊന്നും ആശയങ്ങളൊന്നുമില്ല. കല എന്ന് പറഞ്ഞാൽ കലക്ക് വേണ്ടി, അതിൽ എന്തൊക്കെയുണ്ടോ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും ആലോചിക്കാതെ കല എന്ന് പറയുന്ന ആ ഒരു ധർമ്മത്തെ പൂർണ്ണമായിട്ട് സ്വതന്ത്രമായിട്ട് അവതരിപ്പിക്കുന്ന, ആവിഷ്കരിക്കുന്ന രീതിയാണ്, അല്ലെങ്കിൽ ആ ഒരു സിദ്ധാന്തത്തിനെയാണ്, ആ ഒരു ഇത്തിജാഹിനെയാണ് അൽ ഫന്നുലിൽ ഫന്ന്, ആർട്ട് ഫോർ ആർട്ട് എന്ന് പറയുന്ന ഒരു കലക്ക് വേണ്ടി എന്നുള്ള ആശയം. ആ ആശയമാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ,
പിന്നെ ഇവിടെ ക്ലാസിക്കീയ, റൊമാൻസിയ, വാക്കിയ എന്നൊക്കെ പറഞ്ഞാൽ ലിറ്റററി ട്രെൻഡുകളാണ്, മോഡേൺ ട്രെൻഡ്സുകളാണ്. ക്ലാസിസിസം, റൊമാൻറ്റിസം, റിയലിസം എന്നൊക്കെ പറഞ്ഞത് ലിറ്ററേച്ചറിൽ വരുന്ന ട്രെൻഡുകളാണ്. ഈ ഒരു ആശയപരമായ ട്രെൻഡല്ല. ഇതൊക്കെ ക്ലാസിക്കീയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കവിതകളിലൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കാഫിയെയും വസനൊക്കെ ഒപ്പിച്ച് ചെയ്യണം, അതിൻ്റെ മെത്തേഡൊക്കെ ഫോർമാറ്റൊക്കെ കീപ്പ് ചെയ്യണം എന്ന് പറയുന്ന രീതിയാണ് ക്ലാസിക്കീയ. റൊമാൻസിയ ആകുമ്പോൾ അത്തരം കാഫിയൊക്കെ ഒന്നുമല്ല പ്രധാനമുള്ളത്, ആശയപരമായ പ്രധാനമാണ്, ആശയമാണ് ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറയുന്നതാണ് റൊമാൻസിയ. വാക്കിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നജീം മഹ്ഫൂസിൻ്റെ ഒക്കെ കൃതികളിലൊക്കെ ഉള്ളതുപോലെ ഒരു സാമൂഹിക പശ്ചാത്തലത്തെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള രചന ഇതിലേക്ക് വരുമ്പോൾ റിയലിസ്റ്റിക് ആയ രചനകൾ നടത്തുമ്പോഴാണ് അതിന് വാക്കിയ എന്നൊക്കെ പറയാം. അപ്പോൾ അതൊക്കെ ലിറ്റററി ട്രെൻഡുകളാണ്. ഈ അൽഫനുൽ ഫൻ എന്ന് പറയുന്നതിൻ്റെ ആശയമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്. പിന്നെ നഹ്വിൽ നിന്നുള്ള മറ്റൊരു ചോദ്യമാണ് യുസ്ദഹമു ഇസ്ദിഹാമുൻ ഷദീദുൻ ഫിൽ അസ്വാക്കി. യുസ്ദഹമു ഇസ്ദിഹാമുൻ എന്നുള്ളിടത്ത് നായിഫായിൽ ഏതാണ് എന്നാണ് ചോദിച്ചത്. നായിഫായിൽ ഏതാണ് എന്നല്ല ചോദിച്ചിട്ടുള്ളത്. നായിഫായിൽ ഫിൽ ജുംലത്തി, ഇത് ആ ജുംലയിൽ നായിഫായിലിൻ്റെ ഒരു കാര്യം, നായിഫായിലിനെ കുറിച്ചുള്ളൊരു കാര്യം പറഞ്ഞാണ്. ആ കാര്യം ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഡയറക്റ്റ് മുമ്പ് ചോദിക്കാറില്ല, അങ്ങനെയാണ് യുസ്ദഹം ഇസ്ദിഹാം എന്ന് പറഞ്ഞത് നായിഫായിൽ ഏതാണെന്നാണ് ചോദിക്കുക. അങ്ങനെ ചോദിക്കാത്ത നായിഫായിലിൻ്റെ ആ വാക്കിൻ്റെ കുറച്ച് വിശേഷണങ്ങൾ കൊടുത്തിട്ട് ഇതിലേതാണ് ആ വിശേഷണം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങൾ അവർ നമുക്ക് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യാണ്. ഒന്ന് നായിഫായിൽ ഏതാണെന്ന് അറിയുമെന്നുള്ളത്, രണ്ട് നായിഫായിലിനേക്കാൾ അപ്പുറത്ത് നായിഫായിലിൻ്റെ ആ ഒരു വാക്കുണ്ടല്ലോ, ആ വാക്കിൻ്റെ ഘടനാപരമായ വശം നമുക്കറിയോ എന്നുള്ളത് കൂടി ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒറ്റ ചോദ്യത്തിൽ തന്നെ രണ്ടോ മൂന്നോ കാര്യങ്ങൾ നമുക്ക് അറിയുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് അല്ലേ. ഇപ്പോൾ ഇവിടെ യുസ്ദാമു ഇസ്ദിഹാമു എന്നുള്ളിടത്ത് ഇസ്ദിഹാമു എന്നുള്ളതാണ് നായിഫായിൽ നമുക്കറിയാം. കാരണം യുസ്ദഹമു ഇസ്ദഹമ എന്നാണ് അതിൻ്റെ വാക്കല്ലേ, ഇസ്ദഹമ യസ്ദഹിമു എന്നാണ് അതിൻ്റെ മുലാരി വരേണ്ടത് മാറൂഫ് ആകുമ്പോൾ. അപ്പോൾ യുസ്ദഹമു അല്ലേ, അവസാനത്തിന് മുമ്പ് ഫത്ത് വരുമ്പോഴാണ് മജ്ഹൂലാവുക. യുസ്ദഹമു സ്റ്റാർട്ടിങ്ങിലും യു കൊടുക്കും അല്ലേ, ലമ്മ് കൊടുക്കും. അപ്പോൾ യുസ്ദഹമു എന്ന് പറയുമ്പോൾ പിന്നെ മജ്ഹൂലായ പാദത്തിൻ്റെ ശേഷം വരുന്നതൊക്കെ നായിം ഫായിലാണ് അല്ലേ. അപ്പോൾ യുസ്ദഹമു ഇസ്ദിഹാമു എന്നുള്ളതാണ് നായിം ഫായിൽ. അപ്പം ഈ ഇസ്ദിഹാം എന്നുള്ള വാക്ക് ഏതാണെന്നാണ് ചോദ്യമുള്ളത്. മസ്ദർ മുഖ്തസ് ആണോ, ദർഫ മുഖ്തസ് ആണോ, ജാർ മജ്റൂർ ആണോ, ഒയർ മാദുക്കറയാണോ? ഒയർ മാദുക്കറ എന്തായാലും ആവില്ല, ഇത്തരം ചോദ്യങ്ങൾക്ക് പൊതുവെ ആവാറില്ല, റയറാണ് ഒയർ മാദുക്കറിന്റെ ജവാബായി വരാറുള്ളത്. ജാർ മജ്റൂർ അല്ല, ഇസ്ദിഹാം എന്നുള്ള ഒറ്റ ഒരു സാധനമാണ്. ലർഫാണോ? ഇവിടെ ലർഫ് എന്നല്ലോ, സാധനം സിമ്പിളാണ്. മസ്ദർ മുഖ്തസ് ആണ്. ഇസ്ദഹമ എന്ന് പറയുന്നത് ഇസ്ദഹമ യസ്ദഹിമു ഇസ്ദിഹാം, ഇസ്ദഹമയുടെ മസ്ദർ ആണ് ഇസ്ദിഹാം എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഇസ്ദിഹാം എന്നുള്ള പദം നായിം ഫായിലാണ്, ഇസ്ദഹമയുടെ മസ്ദർ കൂടിയാണ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. പിന്നെ അടുത്തത് ഒരു അതതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അതത് നഹ്വിൻ്റെ ചോദ്യമാണോ, അതത് ഉണ്ടാവും എന്നുള്ളതാണ് അല്ലേ. സാധാരണ അതതിൽ നിന്ന് 3-4 ചോദ്യങ്ങൾ വരാറുണ്ട്. ഇത്തവണ ഒരു ചോദ്യം വന്നിട്ടുള്ളൂ എന്ന് മാത്രം. ബിൽ ഹുജരി 19 കുർസിയിൻ അല്ലേ. ഇവിടെ 19 കുർസിയിൻ, 19 കുർസിയൻ, 19 കുർസിയൻ, 19 കുർസിയിൻ, ഇതാണ് ചോദ്യമുള്ളത്. ഇത് അതിനെ കുറിച്ച് ധാരണയില്ലാത്ത ആളുകളോ അല്പധാരണ ഉള്ള ആളുകളോ കൺഫ്യൂസിങ് ആവുന്നുള്ളത് 100% ഉറപ്പാണ്. ഇവിടെ നമ്മൾ ആദ്യം ഈ ഭാഗങ്ങൾ എടുക്കാം അല്ലേ. കുർസിയൻ ശരിക്കും അതത് പരിശോധിക്കുമ്പോൾ ഏറ്റവും എളുപ്പം 2 ഭാഗങ്ങളുണ്ട്. അതത് അതിന് പറയാം, ഇത് മഅദൂദാണ് അല്ലേ. ഈ മഅദൂദിൻ്റെ ഭാഗം പരിശോധിക്കാനാണ് ഏറ്റവും എളുപ്പം. കാരണം മഅദൂദിനാകെ 3 നിയമമേ ഉള്ളൂ. 10 വരെ 9 വരെയാണെന്നുണ്ടെങ്കിൽ മജ്റൂർ ആയിരിക്കണം, അതേപോലെ ജമ്മുമായിരിക്കണം അല്ലേ. കുർസിയിൻ അങ്ങനെയാണ് പറയേണ്ടത്. പിന്നെ 10 മുതൽ അല്ല 10 വരെയാണെങ്കിൽ 11 മുതൽ 99 വരെയാണ് എന്നുണ്ടെങ്കിൽ മൻസൂബായിരിക്കണം, മുഫ്രദുമായിരിക്കണം. പിന്നെ അതിൻ്റെ മുകളിൽ 100, 1000 അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ജമ്മായിരിക്കണം, മജ്റൂർ ആയിരിക്കണം. ജമ്മ് മജ്റൂർ ആയിരിക്കണം, ഇതാണ് എൻ്റെ നിയമമുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ 11 മുതൽ 100 വരെയുള്ള നമ്പറിൻ്റെ ആണ് 19 അല്ലേ. 19 11ൻ്റെയും 99ൻ്റെ ഇടയിലുള്ള നമ്പറാണ്. സോ ഇവിടെ എന്തായിരിക്കണം, മുഫ്രദ് മൻസൂബായിരിക്കണം. മുഫ്രദ് മൻസൂബ്. ഇവിടെ നോക്കുക, കുർസിയിൻ എന്നാണ് പോയി, ഇവിടെയും കുർസിയിൻ എന്നാണ്, അവിടെയും പോയി. അപ്പോൾ കുർസിയൻ എന്ന് പറയുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ. മഅദൂദ് മുഫ്രദ് മൻസൂബായ 2 ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും എല്ലാം നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലായി. പിന്നെ നമ്മളിവിടെ നോക്കിയാൽ മതി. പിന്നെ 2 ഉത്തരമുണ്ട്. ഇപ്പോൾ ഇവിടെ 2ന് വ്യത്യാസം എന്താണ്? ഇവിടെ 19 എന്നാണ്, ഇവിടെയും 19 ആണ്. അവിടെ ഓക്കെയാണ്, അവിടെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ മാത്രം മാറ്റി, ഇവിടെ അഷറത്താന്നുണ്ട്, അഷറാന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് പോയിന്റ്, ഇതാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അല്ലേ.
അപ്പോൾ ശരിക്കും നിയമം മുറക്കബാണെങ്കിൽ, മുറക്കബ് എന്ന് പറഞ്ഞാൽ അത്തഫൊന്നും ഇല്ലാതെ അഹദാശ്ര, ഇഹ്ദ, സലാസാശ്ര, അർബാശ്ര, ഹംസാശ്ര, തിസ്ആശ്ര എന്ന് പറയുന്നതാണ് മുറക്കബ് എന്ന് പറയാം. മുറക്കബാണ് എന്നുണ്ടെങ്കിൽ മഅദൂദ് ഏതാണോ പദം, അതാണ് മഅദൂദ്. ഈ മഅദൂദ് മുഫറദാണെങ്കിൽ, മഅദൂദ് മുഅന്നസ് ആണെങ്കിൽ, മുഅന്നസ് ആണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണം ഈ അദദിൻ്റെ ആദ്യ ഭാഗം. ഓക്കെ, എന്ന് വെച്ചാൽ ഇവിടെ കുർസി എന്നുള്ളത് മുദക്കറാണ്, അതുകൊണ്ടാണ് തിസ്അത്ത എന്ന് പറഞ്ഞത്. ഓക്കെ അല്ലേ, കുർസി മുദക്കറാണ്, ഇവിടെ തിസ്അത്ത എന്നായി. ശരിയാണത്. ഇവിടെ മുഅന്നസ് ആണെങ്കിൽ ഇവിടെ തിസ്അ എന്നേ പറയാൻ പാടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണം അതതിൻ്റെ ആദ്യ ഭാഗം. രണ്ടാം ഭാഗം ഇതിനോട് യോജിക്കണം. എന്ന് വെച്ചാൽ ഇവിടെ മുദക്കറാണെങ്കിൽ ഇവിടെയും മുദക്കർ, ഇവിടെ മുഅന്നസ് ആണെങ്കിൽ ഇവിടെയും മുഅന്നസ്, അങ്ങനെയാണ് വരേണ്ടത്. അപ്പോൾ കുർസി എന്നുള്ളത് മുദക്കറാണ്, സോ അശറ എന്നാണ് പറയേണ്ടത്. അശറത്ത എന്നുള്ളത് തെറ്റാണ്. ആ അർത്ഥത്തിൽ ഇവിടെ സി ആണ് കറക്റ്റ് ആൻസർ. ബിൽ ഹുജറി തിസ്അത അശറ കുർസിയൻ. ക്ലിയർ അല്ലേ? ഓക്കെ, പിന്നെ അടുത്തത് നഹ്വ് എന്നുള്ളൊരു ചോദ്യമാണ്. ഫത്ത എന്ന് പറയുന്ന വാക്കിൻ്റെ മുസന്ന എന്താണ്? അപ്പോൾ തസ്നിയയുടെ ഏറാബ് നിയമങ്ങളെല്ലാം ഇവിടെ ചോദിച്ചിട്ടുള്ളത്. തസ്നിയൻ്റെ ഏറാബ് നമുക്ക് ഓൾറെഡി അറിയണം, അത് പരിശോധിക്കലല്ല ഇവിടെ, അതെന്തായാലും അറിഞ്ഞിരിക്കണം. അതിൻ്റെ പുറമെ ഫത്ത എന്ന് പറയുന്ന മക്സൂറായ പദത്തിൻ്റെ നിയമം അറിയുന്നുണ്ടോ ഇല്ല, അപ്പോൾ രണ്ടും ചെക്ക് ചെയ്യുന്നുണ്ട്. മക്സൂറിൻ്റെ നിയമം അറിയണം, തസ്നിയയുടെ നിയമവും അറിയണം അല്ലേ? ഫത്ത എന്ന് പറയുന്നതിൻ്റെ മുസന്ന തസ്നിയ ഫത്തവാനി എന്നാണോ, ഫത്തവയാനി, ഫത്തയാനി, ഫത്താനി? ഓക്കെ, കൺഫ്യൂസിങ് ആണല്ലേ? നമുക്ക് നോക്കാം. ഈ ഫത്ത മഖ്സൂറിൻ്റെ നിയമം, മഖ്സൂറിനെ നമ്മൾ തസ്നിയാക്കുന്ന ഘട്ടത്തിൽ അതിൻ്റെ പൊതുവായിട്ടുള്ള നിയമം തുക്ലബുൽ അലിഫു യാ എന്നാണ്. അപ്പോൾ ഫത്ത എന്ന് പറയുമ്പോൾ അവിടെ ലാസ്റ്റ് അലിഫുണ്ട്, ഫത്ത അവിടെ ഒരു അലിഫുണ്ട്. ആ അലിഫിനെ നമ്മൾ എന്താക്കി മാറ്റണം? യാ ആക്കി മാറ്റണം. അപ്പോൾ ഫത്തയ എന്നായി മാറിയില്ലേ? ഫത്തയ എന്നായി മാറി. പിന്നെ അതിൻ്റെ കൂടെ എന്താണോ വരുന്നത് അതിനനുസരിച്ച് മാറും. അപ്പോൾ ഇവിടെ ഈ തസ്നിയുടെ നിയമം എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അലിഫാണ് റഫിൻ്റെ ഘട്ടത്തിൽ വരിക അല്ലേ? റഫിൻ്റെ ഘട്ടത്തിൽ അലിഫ് വരും. യാ ആണ് നസ്ബിൻ്റെയും ജറിൻ്റെയും ഘട്ടത്തിൽ വരിക അല്ലേ? ഇപ്പോൾ റജുലുൻ, റജുലാനി, ജാ റജുലാനി എന്നാ പറയാം. റഅയ്തു റജുലൈനി, മറർത്തു ബി റജുലൈനി, അങ്ങനെയാണ് പറയാം. അപ്പോൾ അതാണ് തസ്നിയുടെ നിയമം. അപ്പോൾ ആ നിയമം പിന്നെ ഇവിടെ അപ്ലൈ ചെയ്യും. ഫത്ത എന്നുള്ളത് ഫത്തയ എന്നായി മാറി. പിന്നെ അത് റഫിൻ്റെ പൊസിഷൻ ആണെങ്കിൽ ഫത്തയാനി എന്ന് പറയും അല്ലേ? ഫത്തയാനി എന്നാവും. ഇനി അത് നസ്ബിൻ്റെയോ ജറിൻ്റെയോ പൊസിഷൻ ആണെങ്കിൽ ഫത്തയൈനി, ഫത്തൈനി എന്നല്ല ഫത്തയൈനി. ഈ യാ തസ്നിയയുടെ യാ ആണ് ഈ യാ നൂനും. ഈ യാ മക്സൂറ എന്ന് പറയുന്ന മക്സൂറയുടെ ലാസ്റ്റുള്ള അലിഫുണ്ടല്ലോ, ആ അലിഫിനെ മാറ്റി വന്ന, ആ അലിഫിനെ ചേഞ്ച് ആയ യാ ആണ് ഇവിടുത്തെ യാ. അപ്പോൾ ഫത്തയൈനി എന്നാണ് പറയാം അല്ലേ? സോ ഇവിടെ വാവാക്കി മാറ്റൂല, ഇവിടെ രണ്ടിടത്ത് വാവാക്കി മാറ്റിയിട്ടുണ്ട്, അത് തെറ്റാണ്. പിന്നെ ഇവിടെ അലിഫ് എന്നെ നിലനിർത്തിയിട്ടുണ്ട്, അതും തെറ്റാണ്. അലിഫിനെ എന്താക്കി മാറ്റണം? യാ ആക്കി മാറ്റണം. പിന്നെ തസ്നിയയുടെ അലാമത്ത് കൊടുക്കണം. സോ ഫത്തൻ്റെ തസ്നിയ ഫത്തയാനി എന്നാണ് റഫിൻ്റെ അവസരത്തിൽ വരിക. നസ്ബിൻ്റെ അവസരത്തിലാണെങ്കിൽ ഫത്തയൈനി എന്നാവും, ജറിൻ്റെ അവസരത്തിൽ ഫത്തയൈനി എന്നാവും. പിന്നെ അടുത്തതും നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ലിറ്റററി ബോധങ്ങളെ ചെക്ക് ചെയ്യാനുള്ള ആശയപരമായൊരു ചോദ്യമാണ്. അൽ ഖിയാലു അല്ലദി യദ്ഖുലു ഫി അഅമാഖി ഷൈഇ ലി ഇദ്റാകി റൂഹിഹി വ മഅനാഹു യുസമ്മ. ഒരു ചിന്ത, ആ ചിന്തയെ നമ്മുടെ ഒരു വസ്തുവിൻ്റെ ഉള്ളിലിറങ്ങി, ആഴത്തിലിറങ്ങി, ഇൻഡെപ്തായി കാര്യങ്ങൾ മനസ്സിലാക്കുക, അതിൻ്റെ പൂർണ്ണമായ ആശയത്തെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ആ ഒരു ചിന്തക്ക് പറയുന്നൊരു പ്രത്യേക പേരുണ്ട്. അത് ഏതാണ്? അൽ ഖിയാൽ മുഈസ് ആണോ, അൽ ഖിയാൽ ഖാലിഖ് ആണോ, അൽ ഖിയാൽ മുഅ്ലിഫ് ആണോ? ഒരു മാതുക്രമിന് എന്തായാലും ആവില്ല അല്ലേ? അപ്പോൾ ഈ മൂന്നെണ്ണം എന്താണെന്ന് നമുക്ക് അറിയണം, എങ്കിൽ മാത്രമാണ് ഇതിൻ്റെ ആശയം അറിയുള്ളൂ. അപ്പോൾ ഇതൊരു റയർ ടൈപ്പ് ചോദ്യമാണെന്ന് തോന്നുന്നുണ്ട്. സാധാരണ നമ്മൾ പൊതുവെ പഠിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും അതിൽ ഉൾപ്പെടാറില്ല. ഓക്കെ, എന്ന് വെച്ചാൽ ഈ ബലാഗ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് ആ ബലാഗയുടെ നിയമങ്ങളും ഉദാഹരണങ്ങളും ഓരോ അക്സാമുകളും അൻവാകളും കാര്യങ്ങളായാലും പഠിക്കാം. പക്ഷേ ഈ ബലാഗ എന്ന് പറഞ്ഞ ആ സ്റ്റഡി, അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നമ്മൾ നടത്താറില്ല. അപ്പോൾ ഇതിൽ രണ്ട് ചോദ്യങ്ങൾ ഈ ബലാഗ എന്ന് പറഞ്ഞ ഫന്നിനെ കുറിച്ചുള്ള പഠനത്തിൽ വരുന്ന, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതി കൂടി റീസെൻ്റ്ലി വന്നിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അതാണ് അൽ ഖിയാൽ മുഈസ് എന്ന് പറഞ്ഞാലാണ് ഹൗദു ഫി അഅമാഖിൽ അഷ്യാഇ, ഇൻഡെപ്തായ സ്റ്റഡി നടത്തുന്നതിനാണ് അൽ ഖിയാൽ മുഈസ് എന്ന് പറയാം. ഖാലിഖ് എന്ന് പറഞ്ഞാൽ ഒരു റിയലായ ഒരു കാര്യത്തിന് നമ്മൾ ആവിഷ്കരിക്കുന്ന പുതിയ ആവിഷ്കാര രീതിയും
അത്തരം കാര്യങ്ങളൊക്കെയാണ്. അതിൽ ഇൻഡെപ്തായ കാര്യങ്ങളൊന്നുമില്ല, ബേസിക്കലായ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്താ പറയുക, നമ്മളൊരു കാര്യം ആവിഷ്കരിച്ചിട്ടുണ്ട്, ഹലക്ക യഹ്ലൂക്ക് എന്നല്ല, സൃഷ്ടിക്കാണ്. അത്തരം ചിന്തകൾക്കാണ് അൽ ഖിയാൽ ഖാലിഖ് എന്ന് പറയാം. പിന്നെ മുഅ്ലിഫ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ അതിൻ്റെ ഓൺസറുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു രീതി ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഫസ്റ്റ് ഇവിടെ ജസ്റ്റ് ഒരു സൃഷ്ടിയാണെങ്കിൽ അത് നമ്മളെന്ത് പറയുന്നു, അൽ ഖിയാൽ ഖാലിഖ് എന്ന് പറയുന്നത്. അതിനെയും കൂടി വ്യത്യസ്തമായ ഘടകങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒന്നും കൂടി പുഷ്ടീകരിക്കുമ്പോൾ അൽ ഖിയാൽ മുഅ്ലിഫ് ആവും. പിന്നെ ഇൻഡെപ്തായി പോകുമ്പോഴാണ് അൽ ഖിയാൽ മുഈസ് ആവുക. സോ ഇവിടെ അൽ ഖിയാൽ മുഈസ് ആണ് കറക്റ്റ് ആൻസർ. പിന്നെ അടുത്തത് ഒരു ചോദ്യമാണ്, ഇന്നമൽ ഷാഇർ അൽ ബുഹ്തുരി. ഇന്നമൽ ഷാഇർ അൽ ബുഹ്തുരി എന്നുള്ളത് അത് ബലാഗിയായ ഒരു ചോദ്യം കൂടിയാണ്, പ്ലസ് നഹ്വിയായ ഒരു ചോദ്യം കൂടിയാണ്. ഇന്നമൽ ഷാഇർ അൽ ബുഹ്തുരി എന്ന് പറയുന്നിടത്ത് ഇവിടെ ഖബറിനെ മുന്തിച്ചിട്ടുണ്ട് അല്ലേ? ശരിക്കും എന്താണ് പറയേണ്ടത്? അൽ ബുഹ്തുരിയോ ഷാഇറുൻ, ബുഹ്തുരി ഒരു കവിയാണെന്നാണ് പറയേണ്ടത്. സെയ്ദുൻ ഖായിമുൻ, സെയ്ദ് നിൽക്കുന്നവനാണ്, ബുഹ്തുരി ഷാഇറുൻ, ബുഹ്തുരി കവിയാണ്, അങ്ങനെയാണ് പറയേണ്ടത്. ബുഹ്തുരിയാണ് മുബ്തദ, ഷായിറാണ് ഖബർ. പക്ഷെ ഇവിടെ ഷായിറിനെ മുന്തിച്ചിട്ടുണ്ട്. എന്തിനാണ് ഇവിടെ ഷായിറിനെ മുന്തിച്ചത്? അങ്ങനെ ഈ ഖബറിനെ മുന്തിക്കാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് നഹ്വിൽ. അപ്പം ഞാൻ പറഞ്ഞില്ല, നഹ്വിൻ്റെ കായികാപരമായ ചോദ്യങ്ങളാണ് ഇതിൽ ഈ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ PYQ വന്നിട്ടുള്ളത്. അപ്പോൾ അത് ആലോചിക്കണം. അപ്പോൾ ഒരുപാട് നിയമങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. കാര്യം മാത്രം അറിഞ്ഞാൽ പോരാ, നിയമങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിൽ മുബ്തദയേക്കാൾ ഖബർ മുന്തി വരാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിൽ 4 കാരണം, ഈ 4 കാരണം ശരിയായ കാരണങ്ങളാണേനോ. സാധാരണ തെറ്റായ എന്തെങ്കിലും ബ്ലണ്ടറൊക്കെ ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഒഴിവാക്കാൻ പറ്റും. ഈ 4 കാരണങ്ങളും ഖബറിനെ മുബ്തദയേക്കാൾ മുന്തിക്കേണ്ട ഘടകങ്ങൾ അല്ലെങ്കിൽ മുന്തിക്കേണ്ട കാരണങ്ങളിൽ പെട്ട കാരണങ്ങളാണ്. അപ്പം ഇവിടെ ഏത് എന്നുള്ളതാണ് ചോദ്യം. ഒന്നാമത്തെ കാരണം പരിശോധിക്കാം. ഒന്നാമത് കൊടുത്ത കാരണം അൽ ഖബറു മിൻ അൽഫാദി അല്ലത്തി ലഹാ സ്വദാറ, സ്വദാര്യത്തുള്ള വാക്കുകൾ എന്ന് പറയും. സ്വദാര്യത്തുള്ള വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഇസ്തിഫാം, അതേപോലെ മൗസൂല്, അദാത്തു ഷർത്ത് ഒക്കെയാണ്. ചില അർഫുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ അർഫുകളൊക്കെ കലാമിൻ്റെ കലിമത്തിൻ്റെ തുടക്കത്തിൽ മാത്രമേ വരുള്ളൂ, ഇടയിലൊന്നും അവർക്ക് വന്ന് പരിചയമില്ല. ആണ് സ്വദാര്യത്താണ്. സ്വദാര്യത്താണ് എപ്പോഴും സുദുർ അല്ലേ, ഒരു പവർ, അവരെപ്പോഴും തുടക്കത്തിൽ വരുള്ളൂ. അങ്ങനത്തെ ചില പദങ്ങളുണ്ട്. ആ പദങ്ങൾ ഖബറായിട്ട് വരികയാണെങ്കിൽ അത് ഖബറിന് മൂത്തതിന് ശേഷമല്ല കൊടുക്കാറുള്ളത്. അത്തരം പദങ്ങളെ എന്തായിട്ട് കൊടുക്കണം? ഖബറായിട്ട് തന്നെ കൊടുക്കണം. പക്ഷെ അത് സ്റ്റാർട്ടിങ്ങിൽ വെക്കണം ചെയ്യണം. ഖബർ മുഖദ്ദം എന്നാണ് പറയാം, ഖബർ മുഖദ്ദമായിട്ട് വെക്കണം. അത് ഓക്കെയാണ്. ഇവിടെ അതല്ല. ഇവിടെ ഇന്നമ എന്നുള്ള അത്തരം സ്വകാര്യത്തുള്ള പദമൊന്നുമില്ല. ഇന്നമ എന്ന് പറഞ്ഞിട്ട് അടിയിലൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. പൊതുവെ ഇന്നമ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് വരരുത്. പക്ഷേ വേറെ വാക്കിൻ്റെ അടിയിലൊക്കെ വന്നിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നമയക്കുനുഹാന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട്. അപ്പോൾ ഇന്നമ എന്നുള്ള സ്വകാര്യത്തുള്ള വാക്കുകളിൽ പെട്ട ഒന്നല്ല. അൽ ഖബർ മഖ്സൂർ അൽ മുബ്തദഈ, ഇതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഇതാണ് പോയിന്റ്. അൽ ഖബർ മഖ്സൂറുൻ, ഖസ്ർ എന്ന് പറയുന്ന ഒരു ബലാഗിയായ ഒരു സാധനമുണ്ട്. അൽ ഖസ്ർ എന്ന് പറഞ്ഞാൽ ഒരു സംഗതി അത് മാത്രമാണ്, ഇന്നതിലേക്ക് മാത്രമാണെന്ന് സ്പെസിഫിക്കേഷൻ കൊടുക്കുമ്പോഴാണ് ഇവിടെ ഖസ്ർ എന്ന് പറയുക. അപ്പോൾ ഇവിടെ അതുണ്ട്. ഇവിടെ നമ്മൾ ഈ ഖബറിനെ ബുഹ്തുരിക്ക് മാത്രമാക്കി ചുരുക്കാൻ പോവാണ്. ഇന്നമ ഷായർ, കവി എന്ന് പറഞ്ഞാൽ ബുഹ്തുരി മാത്രമാണ്, വേറെ ആൾക്കാരൊന്നും കവിയല്ല. അപ്പോൾ ആ കവി എന്നുള്ള ആ ഒരു ഈ ഖബറിനെ മൂത്താക്ക് വേണ്ടി മാത്രം ഹാസാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പദം കൊടുത്തതാണ് ഇന്നമ എന്ന് പറയുന്നത്. അല്ലാതെ അഷായർ അൽ ബുഹ്തുരി പറയുമ്പോൾ ബുഹ്തുരി എന്ന് പറയുന്നത് കവി എന്ന് പറയുന്നത് ബുഹ്തുരി എന്ന് പറയുന്ന ആ ഒരാളിലേക്ക് മാത്രം സ്പെസിഫിക് ആണെന്ന് ആശയം അവിടെ നിന്ന് കിട്ടുന്നില്ല. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ഇന്നമ എന്ന് പറയുന്നൊരു പദം അവിടെ കൊടുത്തത്. അപ്പോൾ ഇത് മഖ്സൂറിന് വേണ്ടി കൊടുത്തതാണ്. അതാണ് ശരിയായ ആൻസർ. സി ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടതല്ല. സിയിൽ പറയുന്നത് ഇപ്പോൾ മുബ്തദയില്ല, ഫിദ്ദാരി സ്വാഹിബുഹ എന്നുള്ള സ്വാഹിബാണ് ഇവിടെ ശരിക്കും മുബ്തദ അല്ലേ. ഇപ്പോൾ സ്വാഹിബുഹ എന്നുള്ള ഈ ലമീർ മടങ്ങുന്നത് ദാറിലേക്കാണ്. അപ്പോൾ അറബി ഭാഷയിൽ ലമീർ മുമ്പ് വന്നിട്ട് പിന്നെ പദം വരിക എന്നുള്ള സംഗതി ഇല്ല. ആദ്യം പദം വരുന്നു, പിന്നെ ലമീർ വരുന്നു. അപ്പോൾ ഈ ഖബറിലാണ് ലമീർ ഉള്ളത് മൂത്തിലേക്ക് മടങ്ങുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് കൊണ്ടുവരണം? ആദ്യം ആ ഖബറിനെ മുമ്പ് കൊണ്ടുവരണം, എന്നിട്ട് മുബ്തദനെ പിന്നോട്ട് കൊണ്ടുവരണം. മനസ്സിലായില്ലേ? സ്വാഹിബുഹ ഫിദ്ദാരി സ്വാഹിബുഹ എന്ന് പറഞ്ഞാൽ ആദ്യം സ്വാഹിബുഹ ഫിദ്ദാരി എന്ന് പറയുമ്പോൾ ലമീർ ആദ്യം വന്നു, പിന്നെ ഖബർ പിന്നെ വന്നു. അങ്ങനെ ഉണ്ടാവില്ല. ആദ്യം പദത്തെ കൊണ്ടുവരണം, പിന്നെയാണ് ലമീറിനെ കൊണ്ടുവരേണ്ടത്. അപ്പോൾ ആ ഒരു സംഗതി ഇവിടെ ഉണ്ടായത് കൊണ്ട് നമ്മൾ മുബ്തദനെ ബന്ധിച്ചു, ഖബറായ ഫിദ്ദാരിയെ മുമ്പോട്ട് കൊണ്ടുവന്നു. പിന്നെ അടുത്തത് അൽ ഖബർ ലർഫുൻ വൽ മുബ്തദ നക്കിറത്തുൻ. ഇത് പൊതുവേ വരുന്നൊരു സംഗതിയാണ്. ഖബർ ലർഫായി വരാം, ഫിൽ ബൈത്തി, ഇത് ലർഫാണ് അല്ലേ. ലർഫോ ജാർ മജ്റൂർ ആവാം.
പിന്നെ മുബത്തദ ഫിൽ ബൈത്ത് എന്നുള്ളത് ജാർ മജ്റൂർ കേട്ടോ, ജാർ മജ്റൂറോ ദർഫോ ആവാം. മുബത്തദ നെക്കിറയാണ്, റജുൽ എന്നുള്ള നെക്കിറായ പദമാണല്ലോ. നെക്കിറ ഗൈർ മഖ്സൂദിയാണ്, നെക്കിറ ഗൈർ മുഖ്തസ അല്ലെങ്കിൽ നെക്കിറ ഗൈർ മുഖസ്സസ എന്നൊക്കെ പറയും. അപ്പൊ ആ ഒരു ഘട്ടത്തിലും ഖബർ അങ്ങനെ ആകുമ്പോൾ മുബത്തദ നെക്കിറയാണ്, നെക്കിറ ഗൈർ മഖ്സൂദയാണ്. ഖബർ ആണെങ്കിൽ ദർഫോ ജാർ മജ്റൂർ ആണെന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ തിരിച്ച് ഖബറിനെ മുബത്തദയുടെ സ്ഥാനത്ത് മുബത്തദയുടെ ഖബറിന്റെ സ്ഥാനത്ത് കൊണ്ടുവരുന്നു. അപ്പൊ ഇവിടെ പോയിന്റ് ആവുന്നില്ല, ഇവിടെ കസറിന്റെ രാശിയുണ്ട്. ഇനി അടുത്തത് ബലാഗി എന്നുള്ള ചോദ്യമാണ്. മാ ഹുദിഫത്ത് മിൻഹുൽ അദാത്തു, അദാത്ത് പറയപ്പെടാത്തതിന് നമ്മൾ എന്താണ് പറയാ? അദാത്ത് നമുക്ക് പൊതുവെ ബേസിക് ആയ ഒരു സംഗതിയാണ്. 4 സാധനമുള്ളതല്ലേ? മുഷബ്ബഹ് ബിഹി ഉണ്ടാവും, മുഷബ്ബഹ് ഉണ്ടാവും, അദാത്ത് ഉണ്ടാകും, പിന്നെ വജഹു ഷബ്ബഹ് ഉണ്ടാവും അല്ലേ? ഈ 4 സാധനമാണ് ഉണ്ടാവുക. അപ്പൊ ഇതിൽ ഈ 4 സാധനം വെച്ചിട്ടുള്ള 5 കിസ്മുകളുണ്ട്. ഒന്ന് മുഷബ്ബഹ് ബിഹി, മുഷബ്ബഹ് ബിഹി എല്ലായിടത്തും ഉണ്ടാവണം. തഷ്ബീഹ് ആണെന്നുണ്ടെങ്കിൽ ഇസ്തിയാറത്താകുമ്പോഴാണ് അതിൽ ഒന്നിനെ കളയുക. അപ്പൊ ഇവിടെ മുർസൽ എന്ന് പറഞ്ഞാൽ ഈ അദാത്ത് ഉള്ളതാണ്. അദാത്ത് ഉണ്ടെങ്കിൽ മുർസലായി, അദാത്ത് ഇല്ലെങ്കിൽ മുഅക്കദായി. അപ്പൊ അദാത്ത് ഉണ്ടോ ഇല്ലയോ അതിനനുസരിച്ച് ഇത് രണ്ടും വന്നു. അദാത്ത് ഉണ്ടെങ്കിൽ മുർസൽ, അദാത്ത് ഇല്ലെങ്കിൽ മുഅക്കദ്. ഇനി വജുഷബ് ഉണ്ടോ? വജുഷബ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ മുഫസ്സിൽ എന്ന് പറയുന്നു. വജുഷബ് ഇല്ലേ അതിനെ മുജ്മൽ എന്ന് പറയുന്നു. രണ്ടും ഇല്ലെങ്കിൽ നമ്മൾ അതിനെ ബലീഗ് എന്ന് പറയുന്നു. ഓക്കെ ആയോ? അപ്പൊ അങ്ങനെ 5 ഘടകങ്ങളാണ് ഇവിടെ ചോദിച്ചത്. മാ ഹുദിഫത്ത് മിനുൽ അദാത്തു, അദാത്തു ഇല്ല, വജുഷബഹു ഇല്ല, രണ്ടും ഇല്ലെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കുന്നു? തഷ്ബീഹ് ബലീഗ് എന്ന് വിളിക്കുന്നു. അദാത്ത് മാത്രമാണ് ഇല്ലെങ്കിൽ മുഅക്കദാണ്. വജുഷബഹ് മാത്രമാണ് ഇല്ലാത്തതെങ്കിൽ, അദാത്ത് മാത്രമാണ് ഇല്ലാത്തതെങ്കിൽ മുഅക്കദ് എന്ന് പറയുന്നു. വജുഷബ് മാത്രമാണ് ഇല്ലാത്തതെങ്കിൽ അത് നമ്മൾ മുജ്മൽ എന്ന് പറയുന്നു. ഇവിടെ വജാത്തും ഇല്ല, വജുഷബും ഇല്ല. സോ ഇവിടെ തഷ്ബീഹ് ബലീഗാണത്, ബലീഗ്. ഓക്കെ, അടുത്തൊരു ചോദ്യം നഹവി എന്നുള്ള ചോദ്യമാണ്, സർഫ് എന്നുള്ള ചോദ്യമാണ്. മസ്ദറുൽ മീമി എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. മഫ്ദറുൽ മീമി ഒന്നുകിൽ മഫ്ഇൽ വസലിൽ വരും, അല്ലെങ്കിൽ മഫ്അൽ വസലിൽ വരും. മസ്ദറുൽ മീമി എന്ന് പറഞ്ഞാൽ സാധാ മസ്ദറാണ്, അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു മീമി അക്ഷരം ഉണ്ടാവും എന്ന് മാത്രം. അപ്പൊ അതിന് ഒരുപാട് നിയമങ്ങളുണ്ട്. ഇവിടെ ചോദിച്ചതാണ് മസ്ദറുൽ മീമി മഫ്ഇൽ വസലിൽ എപ്പോഴാണ് വരിക? മഫ്ഇൽ വസലിൽ മസ്ദറുൽ മീമി എപ്പോഴും വരും? ഒന്നാമത്തെ ഇതാണ് ഇദാകാന ഫെയിൽ സുലാസിയാണ്, സ്വഹീഹുൽ ലാമാണ് എന്ന് വെച്ചാൽ ലാം ഫെയിൽ അല്ലേ? ലാം ഫെയിൽ എന്ന് പറഞ്ഞാൽ നസ്റ. അതിൽ നസ്റയിൽ ഫഅല എന്ന് പറയുന്ന ഈ ഫെയിലുമായിട്ട് യോജിക്കുന്ന എല്ലാത്തിനും ആ ഫെയിലുമായി ബന്ധപ്പെട്ടാണ് പറയാറുള്ളത്. ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ ഇവിടെ ഫാൻ്റെ നേരെ വരുന്നത് നായാണ്, അപ്പോൾ ഇതിന് നാ ഫാ ഫെയിൽ എന്നാ പറയാം. അയിൻ്റെ നേരെ വരുന്നത് സോദാണ്, അപ്പോൾ അയിൻ ഫെയിൽ എന്നാണ് പറയാം. ഇവിടെ ലാമിൻ്റെ നേരെ വരുന്നത് റായാണ്, അപ്പോൾ ലാം ഫെയിൽ എന്നാ പറയാം. അപ്പോൾ ഇതാണ് ഫാ അയിന് ലാം. അപ്പോൾ ഈ ഫ അല എന്ന് പറഞ്ഞ ആ ഫെയിലുമായിട്ട് മാച്ച് ആവുന്ന എല്ലാ അങ്ങനെയാണ് നോക്കുക. അപ്പോൾ ഇവിടെ സ്വഹീഉല്ലാമാണ്. സ്വഹീഉല്ലാം എന്ന് പറഞ്ഞാൽ ലാം ഫെയില്, ഫ അല ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലാമിൻ്റെ നേരെ വരുന്ന ഈ പദം. അപ്പോൾ മൂന്നാമത്തെ അക്ഷരമായിരിക്കും മാദിയായ ഫെയിലാണെങ്കിൽ ഉണ്ടാവുക. അത് സ്വഹീയാണ്. സ്വഹീ മീൻസ് ഇല്ലത്തല്ലാത്ത പദങ്ങളാണ്. അലിഫോ വാവോ യാ അല്ലാത്ത പദങ്ങളാകുമ്പോൾ നസറ ഓക്കെയാണ്, സുലാസിയാണ്, സ്വഹീഉല്ലാമാണ്. പക്ഷെ മഹ്ദൂഫുൽ ഫാഇൽ മുലാരി, മുലാരിയിൽ ഫാ ഉണ്ടാവാനും പാടില്ല. ഇപ്പൊ നസറിന്റെ മുലാരി യൻസുറു എന്നാണല്ലേ? യൻസുറു ഇവിടെ പറഞ്ഞ ഫാ എന്ന് പറയുന്നതാണല്ലേ? ഫാ അല, ഫാവുമായി ബന്ധപ്പെടുന്ന അക്ഷരം ഇവിടെ നായാണ്. അപ്പൊ ഇവിടെ നാ മുലാരിയിൽ ഉണ്ടോ? ഉണ്ട്. അപ്പൊ ഇത് തെറ്റാണ് അല്ലേ? തെറ്റാ മീൻസ് ഇത് ഇതുമായി ബന്ധപ്പെടുന്നില്ല. സോറി, ഇത് തെറ്റാന്നല്ല പറഞ്ഞില്ല. ഇവിടെ ഇത് നസറുമായി മാച്ച് ആവുന്നില്ല. ഇവിടെ നസറ എന്നുള്ള സുലാസിയാണ്, സ്വഹീഉല്ലാം ഓക്കെ. പക്ഷെ മഹദൂഫുൽ ഫാഇൽ മുലാരിയിൽ ഫാ കളയുന്നില്ല അല്ലെ? മുലാരിയിൽ ഇവിടെ ഉണ്ട്. അപ്പൊ യൻസുറൊന്നും ഇവിടെ ശരിയാവൂല. അപ്പൊ യൻസുർ പോലത്തെ നസറ യൻസുർ പോലത്തെ പദങ്ങളൊന്നും ഈ മഫ്ഇൽ വസനിൽ വരുന്നില്ല. നസറ യൻസുർ എന്ന് സാധാരണ മൻസർ വസനിലാണ് വരിക അല്ലെ? ഇദാ കാൽ ഫെയിലു സുലാസിയൻ സ്വഹീഉല്ലാം മഹദൂഫുൽ ഫാഇൽ എന്നുള്ള ശരിക്കും ഇവിടെ ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം മഹദൂഫുൽ ഫാഇ ആവലുള്ളത് ഈ മിസാൽ എന്ന് പറഞ്ഞ സാധനമുണ്ട്. മിസാൽ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങില് ഫാഫയിൽ എപ്പോഴെങ്കിലും ഇല്ലത്തിന്റെ അറഫായി വരുമ്പോഴാണ് മിസാൽ എന്ന് പറയാം. അയൻഫയിൽ ഇല്ലത്തിന്റെ അറഫായി വന്നാൽ അതിന് അജ്വഫ് എന്ന് പറയുന്നു. ലാംഫയിൽ ഇല്ലത്തിന്റെ അറഫായി വന്നാൽ നാഖസ് എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ വാ എന്നുള്ളത് അലിഫ് വാവ് യാ ഇല്ലത്തിന്റെ അക്ഷരമാണ്. അപ്പോൾ ഈ അതിനെ നമ്മൾ മുലാരിയിലേക്ക് ചെയ്യുമ്പോൾ അതിന്റെ അവിടെ മുലാരിയാക്കുമ്പോൾ അത് ഇത് എന്നാണ് പറയാ. അല്ലെ? അപ്പൊ ഇത്തരം മിസാലായ പദങ്ങളെ മുലാരിയാക്കുമ്പോൾ അവിടെ ഈ ഇല്ലത്തിന്റെ അക്ഷരങ്ങളെ കളയും.
അതാണ് ഇവിടെ മഹദൂഫുൽ ഫായി ഫിൽ മുലാരി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ശരിക്കത് ശരിയായ ആൻസറാണ്. കാരണം അപ്പം അതിൻ്റെ ഇത് എന്ന് പറയാം. ഇത് ഇത് വസല യസിലു, വസല യൗസിലു എന്ന് പറയില്ല, വസല യസിലു മൗസിൽ, വജില യജിലു മൗജിൽ അല്ലേ. അപ്പം ഇത്തരം സുലാസിയായ ഫെയിലാണ്. വസല വ അദ വ അല സുലാസിയാണ്. ഐൻഫിൽ സൊയ്യാണ്. വജദ 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 യജിദു മൗജിദ്, വജദ യജിദു മൗജിദ്. പിന്നെ മാദൂഫുൽ ഫാഫിൽ മുലാരി, മുലാരിയിൽ ഇത്തരം മിസാലാവുമ്പോൾ മുലാരിയിൽ അതിൻ്റെ ആ ഫാഫിലിനെ പറയൂല. അപ്പം ആ ഘട്ടങ്ങളിലാണ് മഫ്ഇൽ വസലിന് വരാറുള്ളത്. ബാക്കിയുള്ള ഘട്ടങ്ങളിലൊക്കെ അങ്ങനെയല്ല വരാറുള്ളത്. അപ്പം ഇവിടെ ഇതാക്കാൻ ഫിൽ സുലാസി ശേഷം വലൈസ മിസാലൻ, മിസാലല്ല, മിസാല നസറ മിസാലല്ലല്ലോ, നസറ നൗനല്ലേ അല്ലേ. അപ്പം നസറ യൻസുറു അവിടെ മൻസർ അങ്ങനെയാണ് വരാറ്. മഫ്അൽ വസലിനാണ് അത് വരാറുള്ളത്. പിന്നെ റുബായിന്ന് അങ്ങനെ മസ്ദർ മീമി ഉണ്ടാവില്ല. ഉണ്ടാവണമെങ്കിൽ തന്നെ അതിനെ മഫൂലിൻ്റെ ഘടനയിലാണ് ഉണ്ടാക്കാറുള്ളത്. പിന്നെ ഗൈറു മാദുക്കിറാണ്. സോ അതാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, മസ്ദർ മീമി മഫീൽ വസലിൽ വരണമെങ്കിൽ 3 കണ്ടീഷനാണ്. സുലാസി ആവണം, അതാ സുലാസിയാണ്, സൊഹിയുല്ലാമാണ് അല്ലേ. ദാല് സൊഹി ലാംഫിൽ ഇല്ലത്തിൻ്റെ പദമല്ലല്ലോ, അതാ എന്നല്ലേ. പിന്നെ മഹദൂഫുൽ ഫായിഫിൽ മുലാരി എന്നുള്ളത് അദ യഇദു എന്നാണ് പറയാ, അദ യഇദു. അപ്പോൾ ഇവിടെ യഇദു എന്നുള്ള വാവില്ല, മുലാരിയയിലെ ഫാഫിലിനെ കളഞ്ഞിട്ടുണ്ട്. അപ്പം അത്തരം ഘട്ടങ്ങളിൽ അതിൻ്റെ മസ്ദറുൽ മീം വരാറുള്ളത് മൗഇദ് എന്ന മഫ്ഇൽ എന്ന വസനിലാണ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ എ ആണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇതൊരു ബലാഗിയായ ചോദ്യമാണ്. ഇന്നി ഷദീദുൽ അത്തിഷി ഇലാ ലിഖായിക, നിന്നെ കാണാൻ ഞാൻ അതിയായി ദാഹിക്കുന്നവനാണെന്ന് പറഞ്ഞത്. ഈ ദാഹം എന്നുള്ള ശരിക്കും മനുഷ്യൻ്റെ ബയോളജിക്കലായ ഒരു പ്രോസസ്സാണ് അല്ലേ. അപ്പം അതിന് ഒരാളെ കാണാൻ വേണ്ടി ദാഹിക്കൂല, വെള്ളത്തിലേക്കൊക്കെയാണ് ദാഹിക്കാറുള്ളത്. അപ്പം നിന്നെ കാണാൻ ഞാൻ അതിയായി ദാഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിന്നെ കാണാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് എന്ന ഒരു ആശയമാണ് അല്ലേ. അപ്പോൾ ശരിക്ക് ഇയാളുടെ ദാഹത്തെ ഒരു ആഗ്രഹവുമായിട്ടാണ് കമ്പയർ ചെയ്തത്. എന്നിട്ട് ഈ ശരിക്കും ഇസ്തിയാറത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഇസ്തിയാറത്ത് എന്ന് പറയുമ്പോൾ ഒരു മുഷബ്ബഹ് ഉണ്ടാകും, മുഷബ്ബഹ് ബിഹി ഉണ്ടാകും. രണ്ടിലേതെങ്കിലും ഒന്നിനെ കളയുമ്പോഴാണ് ഇസ്തിയാറത്ത് എന്ന് പറയാം. അപ്പം ഇവിടെ ഈ ദാഹത്തെ ആഗ്രഹവുമായിട്ടാണ് കമ്പയർ ചെയ്തത്. എന്നിട്ട് ഇവിടെ ദാഹത്തെ മാത്രം പറഞ്ഞു, എന്നിട്ട് ഈ ആഗ്രഹം എന്ന് പറയുന്ന ആ സാധനത്തെ നമ്മൾ ഒഴിവാക്കി. അപ്പോൾ ഇവിടെ ഇസ്തിയാറത്ത് ഉണ്ട്. അപ്പോൾ ഇസ്തിയാറത്ത് ഉണ്ട് എന്നുള്ളതിൽ ആർക്കും തർക്കമില്ല. ഇവിടെ ചോദ്യം ഇതാണ്, ഇതിൽ ഏത് ഇസ്തിയാറത്താണ്? ഇസ്തിയാറത്ത് മുറഷഹയാണോ, ഇസ്തിയാറത്ത് മുജറദയാണോ, ഇസ്തിയാറത്ത് മുത്തലക്കാണോ? പിന്നെ കുറേ ഒയർമാദുക്ര ഇതിൻ്റെ പ്രത്യേകതയാണ്, കുറേ ഒയർമാദുക്ര വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് 3 നോക്കാം. ഇസ്തിയാറത്ത് മുറഷഹയും ഇസ്തിയാറത്ത് മുജറദയും ഇസ്തിയാറത്ത് മുത്തലക്കയും. ഇത് രണ്ടും ഈ ഇസ്തിയാറത്തുള്ള പദം ഉണ്ടായി അവിടെ അല്ല നമ്മൾ ചർച്ച ഉള്ളത്. ഇസ്തിയാറത്ത് എന്ന് പറയുന്ന പദത്തിൻ്റെ അവിടെയുള്ള ഇനങ്ങൾ വേറെ ഉണ്ട്. സുരീഹിയ മക്കനിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേറെ ഇനങ്ങളുണ്ട്, തബയ്യ എന്നൊക്കെ പറഞ്ഞിട്ട്. അതല്ല ഇത് അസ്ലിയ തബയ്യൊക്കെ അത് ആ പദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇനങ്ങളാണ്. ഇത് ഇസ്തിയാറത്തായ പദം വന്നു, എന്നിട്ട് ഇസ്തിയാറത്തായ പദത്തിന് ശേഷം വേറെ ജുംല കൂടി പറയുന്നു, അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റ്മെന്റ് കൂടി നടത്തുന്നു. ആ സ്റ്റേറ്റ്മെന്റ് ഏതുമായി ബന്ധപ്പെട്ടതാണ് എന്നതാണ് ചർച്ച. എന്ന് വെച്ചാൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു സ്ഥലത്ത് ഇസ്തിയാറത്തുണ്ട്, ആ ഇസ്തിയാറത്തിന്റെ ശേഷം വേറൊരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവരുന്നു. ആ സ്റ്റേറ്റ്മെന്റ് മുഷബ്ബഹുമായി ബന്ധപ്പെട്ടതാണോ എങ്കിൽ അത് മുറഷഹയാണ്. മുഷബ്ബഹു ബിഹിയുമായി ബന്ധപ്പെട്ടതാണോ എങ്കിൽ അത് മുഷബ്ബഹുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ മുജറദയാണ്. മുഷബ്ബഹു ബിഹിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ മുറഷഹയാണ്. എന്നാൽ ചില ഘട്ടങ്ങളിൽ ഇത് മുഷബ്ബഹിൻ്റെയോ മുഷബ്ബഹ് ബിഹിയുടേതോ ഒന്നും ഉണ്ടാവില്ല, ആകെ ഈ ഒരു ഇസ്തിയാറത്തിൻ്റെ പദം മാത്രമേ വന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അത്തരം ഘട്ടങ്ങളിൽ എന്ന് വെച്ചാൽ മുഷബ്ബഹിൻ്റെയോ മുഷബ്ബഹ് ബിഹിയുടെയോ മുലായിമിനെ പറയാത്തതിനാണ് മുത്തലാക്ക എന്ന് പറയാം. അപ്പോൾ ഇവിടെ നോക്കൂ, ഷദീദുൽ അത്ഷില ലിഖായിക, അവിടെ ആഗ്രഹമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അത്ഷ്യമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളോ വേറെ ഒരു ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും ശേഷം ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വന്നിട്ടില്ല. അപ്പോൾ പ്രത്യേകിച്ച് മുഷബ്ബഹിൻ്റെയോ മുഷബ്ബഹ് ബിയുടെയോ മുലായിമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പിന്നീട് ആ ഒരു ഇസ്തിയാറത്ത് നടന്ന പദത്തിന് ശേഷം വരാത്തത് കാരണമായിട്ട് ഇത് നമ്മൾ ഇസ്തിയാറത്ത് മുത്തലക്ക എന്ന് പറയും. മുത്തലക്ക പ്രത്യേകിച്ച് മുഷബ്ബഹിൻ്റെയോ മുഷബ്ബഹ് ബിയുടെയോ മുലായിമ് വന്നിട്ടില്ല. അപ്പോൾ ഇന്ന് ഓർത്ത് വെക്കാം, മുഷബ്ബഹിൻ്റെ വന്നാൽ മുജറദയാണ്, മുഷബ്ബഹ് ബിഹിൻ്റെത് വന്നാൽ മുറഷഹയാണ്. ഇവിടെ ഒന്നുമില്ലാത്തത് കാരണത്താൽ മുത്തലക്കയാണ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ലാ തഖുൽ മാ ലാ തഅലം, നിനക്കറിയാത്തതൊന്നും പറയാൻ പാടില്ല. വ ഇൻ ഖുൽത മാ തഅലം, അറിഞ്ഞത് പറഞ്ഞെങ്കിലും അത് പറയണം എന്നല്ല, ആശയത്തിലല്ല, അറിഞ്ഞത് പറഞ്ഞാൽ പോലും അറിയാത്തൊരു നിലക്ക് എന്താൻ പാടില്ല,
പറയാൻ പാടില്ല എന്നുള്ള തത്വം പഠിപ്പിക്കലല്ല ഇവിടെ ചോദ്യത്തിൽ വന്നത്. ഇവിടെ ഹുദിഫൽ ആയുധു, ഇവിടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് മാ എന്ന് പറയുന്ന മൗസൂലയാണ്. മൗസൂല എന്ന് പറയുന്ന ഒരു അദാത്ത് വന്നാൽ അതിൻ്റെ ശേഷം ഒരു ജുംല ഉണ്ടായിരിക്കണം. ആ ജുംല നമ്മൾ സില എന്നാ വിളിക്കല്ലേ, സില അല്ല. അപ്പം ഇവിടെ താലം എന്നുള്ളതാണ് സില, ഇവിടെയും അതേപോലെ തന്നെയാണ്. അപ്പോൾ ഒരു മൗസൂൽ വന്നു, മൗസൂലിൻ്റെ ജുംല വന്നു, ആ ജുംല നമ്മൾ സില എന്ന് പറയുന്നത്. പിന്നെ വേറൊരു പോയിന്റ് കൂടി ഉണ്ട്, ഈ സിലയിൽ നിന്ന് മൗസൂലയിലേക്ക് മടങ്ങുന്ന ഒരു കണക്ടർ എപ്പോഴും ഉണ്ടായിരിക്കണം. അതിന് നമ്മൾ ആയിദ് എന്നാണ് പറയാ. ആയിദ് അല്ല, ഈ ആയിദ് പലപ്പോഴും ലമീറുകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ഈ ആയുധ ചിലയിടങ്ങളിൽ കളയപ്പെടും. എല്ലായിടത്തും ആയുധ പറഞ്ഞോളുന്നില്ല. ഇപ്പം ഇവിടെ ശരിക്കും ആയുധനെ പറഞ്ഞിട്ടില്ല. മാ ലാ തല, ഇവിടെ മാ എന്നുള്ള മൗസൂലയുണ്ട്, താലം എന്നുള്ള സിലയുണ്ട്. ഇവിടെ ആയുധം എവിടെ? ആയുധം ഇവിടെ കാണാനില്ല. പക്ഷെ ആയുധം ഇല്ലാതെ മൗസൂൽ എന്ന് പറയുന്ന ഒരു മൗസൂൽ സില എന്ന് പറയുന്ന സംഗതി ഉണ്ടാവില്ല. ജുംല മൗസൂലിയ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു മൗസൂൽ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കണം എന്നുണ്ടെങ്കിൽ ആയുധം വളരെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സംഗതിയാണ്. അപ്പോൾ ആയുധം എന്തായാലും ഉണ്ടാവും, ചിലപ്പോൾ കാണും, ചിലപ്പോൾ കാണൂല. അപ്പോൾ ഈ കളയാൻ പല നിയമങ്ങളുണ്ട്. ഇത് നിയമവുമായി ബന്ധപ്പെട്ട കായികവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഇവിടെ മൗസൂൽ ഇല്ല, അതിൽ തർക്കമില്ല. മൗസൂൽ ഇവിടെ ഇല്ല, ഇവിടെ ആയുധില്ല, ആയുധനെ കളയപ്പെട്ടിട്ടുണ്ട്. അതിനെ കളയാനുള്ള കാരണം എന്തെന്നാണ് ചോദ്യം. ഇവിടെ 4 കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, 3 കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ 3ഉം ശരിയായ കാരണങ്ങളാണ്. ഇതിലൊന്ന് മാത്രമാണ് ഇവിടെ മാച്ചായത്. നമുക്ക് ഓരോ കാരണങ്ങളും പരിശോധിക്കാം. ഒന്നാമത്തെ കാരണം ഇതാണ്, ആയുധനെ കളയാനുള്ള കാരണങ്ങൾ. ഒന്നാമത്തെ കാരണം ഹുവ ലമീറു അല്ലദി യഊദു അൽ ഇസ്മിൽ മൗസൂലി ലിയതിമ്മൽ മഅന എന്ന് വെച്ചാൽ, ഇവിടെ ഒരു ഓക്കെ, ഇതിനു മുമ്പ് ഉണ്ടല്ലോ അല്ലേ. ഓക്കെ, ഇതാണ് ഒന്നാമത്തത്. ഇദാ കാന മജ്റൂറൻ ബി ഹർഫി ജർറിൻ എന്ന് വെച്ചാൽ ഈ കാന എന്ന് പറഞ്ഞാൽ ഈ ആയുധ അല്ലേ. ഇവിടെ ആയുധം എന്താണ്? മറർത്തു ബില്ലതി മറർത്തു ബിഹി എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ അല്ലതി എന്നുള്ളതാണ് മൗസൂല്, മറർത്തു ബിഹി എന്നുള്ളതാണ് ജുംല അല്ലെ. മറർത്തു ബിഹി, അവിടെ ജുംല ഉണ്ട്. ആ ജുംലയിൽ ഒരു ലമീർ ഉണ്ട് അല്ലെ, ഹി എന്ന് പറയുന്ന ലമീർ. ആ ലമീർ ബിഹി ഈ അല്ലതിയിലേക്കാണ് മടങ്ങുന്നത്. ഇതാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ്. പക്ഷെ ഇവിടെ ഈ ബിഹി പറയണമെന്നില്ല. കാരണം ഈ ബിഹി എന്നുള്ളത് ഇവിടെ ഒരു ആയുധ അർഫ് ജറിന്റെ ശേഷമല്ലേ. കാരണം മജ്റൂർ നബി അർഫ് ജറിന് മജ്റൂറാണ്, അർഫ് ജറിന്റെ ശേഷമാണ് വന്നിട്ടുള്ളത്. ഈ പദം, ഈ ബ എന്നുള്ള ഈ സാധനം, ഈ ഒരു ബാ കൊണ്ട് തന്നെയാണ് മൗസൂലിയെയും പറഞ്ഞിട്ടുള്ളത്. എന്നുവെച്ചാൽ ഇവിടെ ബിഹി എന്നുള്ളതാണ്, മൗസൂലയും ബില്ലതി എന്നാണ്. അപ്പൊ ഇവിടെ ഒരു ഹർഫ് ജർ ഇട്ട് വന്നു, അതേ ഹർഫ് ജർ കൊണ്ടാണ് മൗസൂലക്കും. ആയുധന് ഏതാണ് ഹർഫ് ജർ ഉള്ളത്, അതേ ഹർഫ് ജർ കൊണ്ട് മൗസൂലക്കും അതിന്റെ എന്താ ഹർഫ് ജർ ഇട്ട് പറഞ്ഞാൽ, അതേ ഹർഫ് ജർ സെയിം ഹർഫ് ജർ മൗസൂലക്കും ആയുധനും ഒരുപോലെ ആയാൽ അവിടെ നമുക്ക് എന്ത് പറയണമെന്നില്ല, ആയുധനെ പറയണം എന്നില്ല. അപ്പൊ ഇവിടെ ശരിക്കും എന്ത് പറഞ്ഞാൽ മതി? മറർത്തു ബില്ലതി മറർത്തു എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അവിടെ ഒരു ബിഹി എന്ന് പറയുന്ന സാധനം അവിടെ ഉണ്ട്, അത് കളയപ്പെട്ടതാണ്. കളയപ്പെടാനുള്ള കാരണം ഇതാണ്. ഈ ആയുധിന്റെ ജാറ് തന്നെയാണ് മൗസൂലയുടെയും ജാറ്. അപ്പോൾ അവിടെ കളയാൻ പറ്റും. പിന്നെ മറ്റൊരു ഘടകം ഈ യജൂസ് അദഫു, ആയുധിനെ കളയാൻ പറ്റും. ഇതാക്കാൻ മുലാഫിലി, ആയുധ മുലാഫിലിയായി വന്നാൽ അല്ല, ഇവിടെ മുലാഫിലിയാണ്. പിന്നെ മുലാഫ് ഇവിടെ ഈ സംഗതിയെ ഇലാഫത്ത് ചെയ്യുന്നത് ഒരു ഇസ്മു ഫായിലോ അല്ലെങ്കിൽ സിഫത്തോ ഒക്കെയാണ്. ഇവിടെ ലാരിബുൻ എന്ന് പറയുന്ന സാധനം വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ആകുമ്പോൾ ശരിക്ക് ജാ അല്ലദി അന ലാരിബുൻ എന്ന് പറഞ്ഞാൽ മതി അല്ലേ. പിന്നെ അടുത്തതാണ് ഇവിടെ പറഞ്ഞത് നമ്മളെ പോയിന്റ്, ഇതാകാന മൻസൂബൻ, ഈ ആയുധ ഒരു നെസ്ബിന്റെ സ്ഥാനത്ത് വരുന്നു. ആ നെസ്ബ് കൊടുത്തത് അതിനൊരു ഫെയിലാണ്. എന്ന് വെച്ചാൽ ഒരു ഫെയിൽ കാരണമായിട്ട് നെസ്ബ് കിട്ടിയ ഇതാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഈ ആയുധനെ കളയാൻ പറ്റും. ഇവിടെ ശരിക്ക് തഅലമുഹു എന്നുള്ളത് അല്ലേ, തഅലമുഹു അതിനെ, നീ കുൽ നീ പറയുക, മാ ഒന്നിനെ, തഅലം നീ അറിയും, ഹു ആ ഒന്നിനെ അല്ലേ. അപ്പൊ ഹു എന്നുള്ളത് ശരിക്കും മഫൂലാണ്. ആ മഫൂലിന് ഫെയിൽ കിട്ടിയത് തഅലമു എന്ന് പറയുന്ന ഒരു ഫെയിലാണ് ഈ മഫൂലിനെ നെസ്ബ് കൊടുത്തത്. അപ്പൊ അത്തരം ഘട്ടങ്ങളിൽ ശരിക്കും അവിടെ മൻസൂബായി വരുന്ന ആയുധകളെ മീറുകളായി വരുമ്പോഴൊക്കെ ആയുധനെ നമുക്ക് എന്താകാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. അപ്പൊ ശരിക്കും എന്ത് പറഞ്ഞാൽ മതി, കുൽ മാ തഅലം, കുൽ മാ തഅലം എന്ന് മാത്രം പറഞ്ഞാൽ ജുംല ശരിയാകും. അപ്പൊ ഇവിടെ അതാണ് പോയിന്റ്. അല്ല ആയുധ ആമിലുഹു ഫെയിലുൻ, ആമില് ഫെയിലാണ് അല്ലെ. തഅലം എന്ന് പറയുന്ന ഒരു സാധനമാണ്, അത് നസ്ബിന്റെ വഹുവ എന്ന് പറഞ്ഞാൽ ആയുധ നസ്ബിന്റെ മഹല്ലിലുമാണ്, മൻസൂബിന്റെ മഫൂലിന്റെ സ്ഥാനത്താണ് അല്ലെ. ഓക്കെ, അടുത്തത് ബലാഗ എന്നുള്ളൊരു ചോദ്യമാണ്. ഫാസില എന്ന് പറഞ്ഞാൽ അവസാനത്തെ 2 അക്ഷരങ്ങൾക്കാണ്. ഒരക്ഷരമാണ് ഫാസിൽ,
രണ്ട് ഫാസിലത്ത്, രണ്ട് അക്ഷരങ്ങൾ അല്ലേ, രണ്ട് ഫാസിലകൾ തമ്മിൽ ഒരേപോലെയാകാം. ഫിൽ ഹർഫിൽ അഖരി, അവസാനത്തെ അക്ഷരങ്ങളിൽ, അവസാനത്തെ അക്ഷരങ്ങളിലെ ഫാസിലകൾ ഇപ്പോൾ മുക്കാബല എന്ന് പറഞ്ഞില്ലേ, മുക്കാബല, ഈ രണ്ട് അക്ഷരങ്ങളെ പോലെ വേറെ എന്തെങ്കിലും ഒരു മുഫഅല, മുനാലല വാക്കില്ല ഉണ്ടാക്കുകയാണ്. അപ്പോൾ അങ്ങനെ ലാ 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 അവർ അവസാനത്തെ അക്ഷരങ്ങളിലെ രണ്ട് ഫാസിലകൾ വരാം, അതിന് രണ്ടും എന്തായി വരിക, ഒരേപോലെ തവാഫുക്കായി വരിക, ഒരുമിച്ച് വരുന്നതിന് എന്ത് പറയുന്നു എന്നുള്ളതാണ്. അതിന് മുക്കാബല എന്നാണോ പറയുക, തബാഖ് എന്നാണോ, സജി എന്നാണോ, ജിനാസ് എന്നാണോ പറയാന്നാണ് ചോദ്യം. മുക്കാബല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. മുക്കാബല എന്ന് പറഞ്ഞാൽ ഒരേ സ്റ്റേറ്റ്മെൻറ്റിൽ രണ്ട് ആശയങ്ങൾ വരിക, ആദ്യം ഒരു ആശയം പറയുക, അല്ലെങ്കിൽ ഒന്നിലേറെ ആശയങ്ങൾ പറയാം, പിന്നെ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവരിക, നേരത്തെ പറഞ്ഞ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പറയാം. അപ്പോഴാണ് മുക്കാബല എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഫലഹു കലീല എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവന്നു, നേരെ അതിന്റെ ഓപ്പോസിറ്റ് വല്ലബുക്കു കസീറ, ഇവിടെ അൽഹക്കുവിന് നേരെ ഓപ്പോസിറ്റ് ആണ് യബുക്കു എന്നുള്ളത്, കലീലിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കസീറ എന്നുള്ളത്. അപ്പം അങ്ങനെ ഇനി ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ കൊണ്ടുവരാം. ആദ്യം ഒരു കാര്യം പറയുന്നു, പിന്നെ നേരെ ഓപ്പോസിറ്റ് പറയുന്നു. അപ്പോൾ അതാണ് മുക്കാബല എന്ന് പറയാം. തിവാക്ക് എന്ന് പറഞ്ഞാൽ ചെറിയൊരു വ്യത്യാസമുള്ളൂ, ഒരേ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഒരു രണ്ട് ഓപ്പോസിറ്റ് ആയ പദങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ്. ഇപ്പോൾ ഉദാഹരണം ലൈലി നഹാർ എന്ന ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ വന്നാൽ അത് നമ്മൾ തിവാക്ക് എന്ന് പറയുന്നു. പിന്നെ സജീവ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഇതാണ്, ഒരു അവസാനത്തെ അക്ഷരത്തിൽ രണ്ട് വാക്കുണ്ടാകും, ആ രണ്ട് വാക്കിലെ അവസാനത്തെ രണ്ട് അക്ഷരങ്ങൾ തമ്മിൽ ഒരേപോലെയായി വരുമ്പോഴാണ് സജീവ് എന്ന് പറയാം. ജിനാസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ആമാണ്, എന്ന് വെച്ചാൽ അവിടെ ഈ വാക്കുകളുടെ ഘടന മാത്രമല്ല പരിഗണിക്കുന്നത്, ആശയങ്ങൾ കൂടി പരിഗണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ സാത്ത് എന്നുള്ള വാക്കുണ്ട്, ഇവിടെയും സാത്ത് എന്നുള്ള വാക്കുണ്ട്, രണ്ടും ഒരേപോലെയാണ്. പക്ഷെ ഇതിൻ്റെ രണ്ടിനെയും അർത്ഥം രണ്ടിടത്ത് രണ്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്നാമത്തോടത്ത് ഒരു സ്ഥലത്ത് ഖിയാമത്ത് നാളെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, മറ്റിടത്ത് സമയം എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് ഒരേപോലത്തെ വാക്ക് കാണുമ്പോൾ ഒന്നാണെന്ന് തോന്നുന്നു, ആശയം പലതാണ്. അതാണ് ജിനാസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ചില ഘട്ടങ്ങളിൽ സജീവും ജിനാസും ഒന്നായി വരാറുണ്ട്. കാരണം ഇപ്പോൾ ഇവിടെ നോക്കുക, സാത്ത് അവസാനത്തെ രണ്ട് ഇവിടെയും ആത്തെന്നാണ്, ഇവിടെയും ആത്തെന്നാണ് അല്ലേ, അവസാനത്തെ രണ്ട് വാക്കുകൾ തമ്മിൽ ഒരുമിച്ചായി പോയി. ഓക്കെ, അവ ചില സജികൾ ജിനാസുമായിട്ട് മാച്ച് ആവാറുണ്ട്. പക്ഷെ എല്ലാ ജിനാസും എന്തായിക്കൊള്ളണം എന്നില്ല, സജി ആയിക്കൊള്ളണം എന്നില്ല. എല്ലാ ജിനാസും സജി ആയിക്കൊള്ളണം എന്നില്ല. കാരണം ജിനാസിൽ വാക്കുകളുടെ ഘടന മാത്രമല്ല പരിഗണിക്കുന്നത്, അതിൻ്റെ ആശയം എന്തായിരിക്കണം പരിഗണിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് നഹ്വിൽ നിന്നുള്ള മറ്റൊരു ചോദ്യമാണ്. ഇഹ്മറ എന്നുള്ള പദം ഇഹ്മറയിൽ നിന്ന് എങ്ങനെയാണ് ഫെയിലു താജിബ് ഉണ്ടാക്കാൻ പറ്റുക? ഇഹ്മറ, ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. മാ അഹ്മറ, അഹ്മിർ ബി, മാ അജ്മലൽ ഇഹ്മിറാറ എന്നാണ്. ഒയർമാദുക്കർ, ഇവിടെയും ഒയർമാദുക്കർ വന്നുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഒരു ഓപ്ഷൻ നമുക്ക് സിമ്പിളായിട്ട് എല്ലായിടത്തും ഒഴിവാക്കാം അല്ലേ. ബാക്കി 3 ഓപ്ഷൻസ് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെയുള്ള വലിയൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ശരിക്കും മാജ്മൽ ഇഹ്മിറാറ എന്ന് പറയേണ്ടത്. അതിൻ്റെ കാരണം ഇതാണ്, ഈ ഫെയിലു താജിബാൻ ഒരുപാട് നിയമങ്ങളുണ്ട്. അത് സുലാസി ആവണം, അതേപോലെ താമായിരിക്കണം, പിന്നെ കമ്പാരിസണിന് സാധ്യത ഉള്ളതായിരിക്കണം, അങ്ങനെയുള്ള ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിയമമാണ് സുലാസി ആയിരിക്കണം എന്നുള്ളത്. സുലാസി ആണെങ്കിൽ മാത്രമാണ് ഈ അഫ്ഇൽ ബിഹി അഫ്അല, മാ അഫ്അല അഫ്ഇൽ ബിഹി എന്ന് പറയുന്ന ഈ ഒരു വസനിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ അല്ലേ. അജ്മൽ, ജമല സുലാസിയാണ്. അപ്പം മാ അജ്മല എന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ അജ്മിൽ ബിഹി എന്ന് പറഞ്ഞിട്ട് അജ്മിൽ ബി ഷൈഇൻ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റും. അപ്പം ഈ അഫ്അല, മാ അഫ്അല അഫ്ഇൽ ബിഹി എന്നുള്ള ആ ഒരു സാധനം, ആ 8 കണ്ടീഷൻസ് ഉണ്ട്. അതിൽ ആ കണ്ടീഷൻസ് ഒക്കെ ഒരുപോലെ ആയാൽ മാത്രമാണ് ആ ഒരു വസനിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് ഫെയിലു താജിബിൻ്റെ നിയമങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു നിയമം ഇല്ലാതെ ആയി പോയാൽ നമുക്ക് അവിടെ താജിബ് ഉണ്ടാക്കാനുള്ള ഒരു മാർഗ്ഗമുണ്ട്. ഇവിടെ നോക്കൂ, ഇവിടെ ഇപ്പോൾ ശരിക്ക് പറഞ്ഞത് തുലാസി ആവണം, തുലാസി ആണെങ്കിൽ മാത്രമാണ് ഈ അഹ്മറ അല്ലെങ്കിൽ അഹ്മിർ ബിഹി എന്നുള്ള വസനിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ സുലാസി അല്ല ഇഹ്മറ എന്നാണ്. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി, 2 വസൻ ഒരിക്കലും ആവില്ല എന്നുള്ളത്. പിന്നെ ആകെയുള്ള ഓപ്ഷന് ഈ മാ അഹ്മൽ ഇഹ്മിറാറ എന്നുള്ള, മാ അജ്മൽ ഇഹ്മിറാറ എന്നുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ അത്തരം ഘട്ടങ്ങളിൽ നമുക്ക് ഫെയിലു താജിബിൻ്റെ ഈ 8 കണ്ടീഷൻസ് ഇല്ല, എന്നാൽ ഫെയിലു താജിബ് ആക്കണം. ആ ഒരു ഘട്ടത്തിൽ നമ്മൾ ഏതെങ്കിലും അത് അവിടുത്തെ ആശയമായി സൂചിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു വാക്കിനെ കൊണ്ടുവന്നിട്ട് ഈ മാഫലയോ അല്ലെങ്കിൽ അഫിൽ ബിഹി എന്ന് പറയുന്ന വസനിലേക്ക് ആക്കി മാറ്റുക. അപ്പോൾ ഇവിടെ നോക്കൂ, ശരിക്കും ഇഹ്മറ എന്നുള്ള വാക്കാണ്. ഈ ഇഹ്മറ എന്നുള്ള വാക്കിൻ്റെ അതിന് ഇഹ്മിറാറിന് എത്ര മനോഹരം എന്ന ആശയമാണ് നമുക്ക് കൊടുക്കേണ്ടത് അല്ലേ. അപ്പോൾ അവിടെ ആ ഇഹ്മിറാർ എന്ന് പറയുന്ന ഒരു മസ്ദറിനെ കൊണ്ടുവരുന്നത്. അതിന് മുമ്പ് ഈ ഫെയിലു താജിബിൻ്റെ വസനിൽ ഏതെങ്കിലും ഒരു വസനിന് ഏതെങ്കിലും ഒരു പദത്തെ ചേർത്ത് കൊടുക്കാം. അപ്പം മാ അജ്മൽ ഇഹ്മിറാറ
അല്ലെ, അജ്മിൽ ബിൽ ഇഹ്മിറാറി, അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. അപ്പോൾ ഒരു പദത്തെ നമ്മൾ എക്സ്ട്രാ കൊണ്ടുവരിക, എന്നിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന, നമ്മളിവിടെ താജുബിന്റെ ആശയം കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഫെലിന്റെ മസ്ദറിനെ അതിന്റെ കൂടെയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇഹ്മറ എന്ന് പറയുന്നതിന്റെ മസ്ദർ ഇഹ്മിറാർ എന്നാണ്. അപ്പോൾ ഇഹ്മിറാറിനെ നമ്മൾ വെച്ചു, ദെൻ വേറൊരു പ്ലസ് ആയിട്ട് ഒരു വാക്കിനെ നമ്മളിവിടെ ആഡ് ചെയ്തു, മാ അജ്മൽ ഇഹ്മിറാറ. ഇങ്ങനെയാണ് 8 കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ മാച്ച് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കവിടെ താജുബിൻ്റെ സീഗ അല്ലെങ്കിൽ താജുബിൻ്റെ ആശയം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട ഒരു സ്ട്രക്ചർ. ഓക്കെ, അടുത്തൊരു ചോദ്യം. വാഹിദും മിൽ ലാത്തിയത്തിൽ ലൈസമിയൽ മുഹസനാത്തിൽ മഅനവിയ്യ. താഴെ പറയുന്ന ആശയങ്ങൾ ഒന്ന് മുഹസനാത്തുൽ മഅനവിയല്ല, മുഹസനാത്തുൽ ലഫ്ലിയ ഉണ്ട്. ഇൽമുൽ ബദീൻ്റെ 2 ഭാഗങ്ങളാണ്, മുഹസനാത്തുൽ മഅനവിയയും മുഹസനാത്തുൽ ലഫ്ലിയ. മുഹസനാത്തുൽ ലഫ്ലിയ എന്ന് പറഞ്ഞാൽ ലഫ്ലിനെ ഭംഗി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന പൊടിക്കൈകളാണ് അല്ലെങ്കിൽ ഘടകങ്ങളാണ് മുഹസനാത്തുൽ ലഫ്ലിയ എന്ന് പറഞ്ഞാൽ. മുഹസനാത്തുൽ മാനവിയ എന്ന് പറഞ്ഞാൽ ആ ലഫ്ലിനേക്കാൾ അപ്പുറത്ത് ആ ഒരു വാക്കിൻ്റെ ആശയം അത്ര പറഞ്ഞാൽ മതി, പക്ഷേ ഈ ഒരു ചില കാര്യങ്ങളൊക്കെ പൊടിയും തൊങ്ങലും കൂട്ടിച്ചേർത്താൽ ആ ആശയത്തിന് കുറച്ചും കൂടി ഭംഗി കിട്ടും. അപ്പോൾ അതിനാണ് മുഹസനാത്തുൽ മാനവിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്ത 4 3 മുഹസനാത്തുൽ മാനവിയ ആയിരിക്കും, 1 മാത്രമാണ് മുഹസനാത്തുൽ മാനവിയ അല്ലാത്തത്. അത് ഏതാണ് എന്നാണ് ചോദ്യം. തൗരിയത്തുണ്ട്, ഉസ്നുത്ത് അലിയിലുണ്ട്, ഉസ്ലൂബുൽ ഹക്കീം ഉണ്ട്, ഇക്തിബാസ് ഉണ്ട്. അതിൽ നമുക്ക് 4 ജസ്റ്റ് പരിശോധിക്കാം. തൗരിയത്ത് എന്ന് പറഞ്ഞാൽ അത് മുഹസനാത്തുൽ മാനവിയ തന്നെയാണ്. തൗരിയത്ത് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു വാക്കിന് അല്ലെങ്കിൽ ഒരു സംഗതിക്ക് 2 ആശയങ്ങൾ ഉണ്ടാവും. ഒന്ന് വളരെ പെട്ടെന്ന് നമുക്ക് ചിന്തയിൽ വരുന്ന ഒരു ആശയമായിരിക്കും, ഒന്ന് ആ വാക്കിൻ്റെ അർത്ഥം അത് ഓക്കെയാണ്, പക്ഷെ നമ്മൾ ഒറ്റയടിക്ക് അത് ആലോചിക്കൂല. അപ്പോൾ എനിക്കൊരു കാര്യം പറയണമെന്നുണ്ട്, പക്ഷെ അത് ഇയാൾക്ക് മനസ്സിലാവാനും പാടില്ല. അപ്പോൾ ഞാനൊരു വാക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നു, ആ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഇയാൾ മനസ്സിലാക്കിയ കാര്യം അങ്ങനെയാണ്, ഓക്കെ, അപ്പോൾ ഞാൻ രക്ഷപ്പെട്ടു, ഞാൻ നുണ പറഞ്ഞിട്ടില്ല. പക്ഷെ എൻ്റെ ഉദ്ദേശം വേറെ എന്തോ ഒന്നാണ്, കരീബായ മാനയാണ് ഞാൻ പറഞ്ഞത്, ഇയാൾ ഉദ്ദേശിച്ചതും കരീബായ മാനയാണ്, പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ വൈദായ മാനയാണ്. അപ്പോൾ 2 ആശയങ്ങളുണ്ട്, ഒന്ന് കരീബായ ആശയം, ഒന്ന് വൈദായ ആശയം. ആ ഒരു വൈദായ ആശയം ഉദ്ദേശിച്ച് പറയുമ്പോഴാണ് അതിനെ തൗരിയത്ത് എന്ന് പറയുന്നത്. വെച്ചാൽ മറക്കാന്നർത്ഥം, ശരിയായ ആശയത്തെ മറ്റു വാക്കുകൊണ്ട് മറച്ചു പിടിച്ചു. ഓക്കെ, ഹുസ്നുത്താലി എന്ന് പറഞ്ഞാൽ നല്ലൊരു കാരണം പറയാം. ശരിക്കും ഒരു സിഫത്തിനും മദ്ഹിനൊക്കെ നമ്മൾ അങ്ങനെ ഒരു പറയാറുണ്ട്, പല കവിതകളിലൊക്കെ ഈ രാജാക്കന്മാരെ ഖലീഫമാരൊക്കെ പുകഴ്ത്താൻ വേണ്ടിയിട്ടൊക്കെ ഇത്തരം ഹുസ്നുത്താലിയിലായ കാര്യങ്ങൾ ഉപയോഗിക്കും. ശരിക്കും ഒരു കാരണമല്ല, പക്ഷെ നല്ല മനോഹരമായ ഒരു താലീൽ എല്ലത്തുകൾ അവിടെ കൊണ്ടുവന്നിട്ട് അതിനെ പുഷ്ടിപ്പെടുത്തുന്നതിനാണ് ഹുസ്നുത്താലീൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, അൽ ഹിലാലു മാദാൽ ഹിലാൽ ഇബ്തസിമു ഫിൽ ലൈലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, ശരിക്കും അങ്ങനെ ഇബ്തിസാമു എന്നുള്ളത് ഹിലാലിനെ ചോദിച്ചതല്ല, പക്ഷെ നല്ലൊരു കാരണം പറയാം അതിൻ്റെ ഒരു ഭംഗിക്ക് കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതും എന്താണ്, ആശയത്തിലുള്ള സാധനമാണ് അല്ലേ, ഹുസ്നുത്താലീൽ എന്നൊക്കെ പറഞ്ഞാൽ. പിന്നെ ഉസ്ലൂബുൽ ഹക്കീം ഉണ്ട്. ഉസ്ലൂബുൽ ഹക്കീം എന്ന് പറഞ്ഞാൽ ശരിക്ക് ഞാനൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന മറുപടി ഇതാണ്, അല്ലെങ്കിൽ അതിന് പറയേണ്ട മറുപടി ഇതാണ്, പക്ഷെ അതൊന്നും പറയാതെ വേറെ രീതിയിൽ അതിനെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് വേറൊരു മെത്തേഡ് ഉപയോഗിക്കുന്നതാണ് ഉസ്ലൂബുൽ ഹക്കീം എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഞാൻ ചോദിക്കുകയാണ് നിൻ്റെ വയസ്സ് എത്രയായി എന്ന്, ശരിക്കും പറയേണ്ടത് ഇത്രയാണെന്നാണ് പറയേണ്ടത്, പക്ഷെ അതിന് പകരം അയാൾ പറഞ്ഞാൽ അല്ല മറുപടിയില്ല, അതൊക്കെ ദൈവത്തിൻ്റെ കൈകളിലല്ലേ എന്നൊക്കെ പറയാം. അപ്പോൾ അതിന് മറുപടി പ്രതീക്ഷിക്കേണ്ട അല്ലെങ്കിൽ കൊടുക്കേണ്ട നോർമലായി പറയേണ്ട മറുപടിക്ക് അപ്പുറത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ഒരു മറുപടി മാത്രമല്ല എല്ലാ ഘട്ടങ്ങളിലും അങ്ങനെ പറയുമ്പോഴാണ് ഒരു ഉസ്ലൂബുൽ ഹക്കീം, അയാൾ ഒരു ഹിക്മത്ത് ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു മെത്തേഡ് അവിടെ സ്ഥാപിക്കലാണ്. അതിനാണ് ഉസ്ലൂബുൽ ഹക്കീം എന്ന് പറയാം. ഇതും മുഹസനാത്തുൽ മാനവിയ ആശയത്തിനാണ് ഇത് ശക്തി കൊടുക്കുന്നത്. 4മതൊരു സാധനം ഇക്തിബാസ് എന്ന് പറയും. ഇക്തിബാസ് ശരിക്കും മുഹസനാത്തുൽ മാനവിയ അല്ല, ഇക്തിബാസ് ശരിക്കും മുഹസനാത്തുൽ ലഫ്ലിയാണ്. കാരണം ഇക്തിബാസ് പറഞ്ഞാൽ നമ്മുടെ വാക്കിൽ ഹദീസിൻ്റെയൊക്കെ അല്ലെങ്കിൽ നബിയുടെയൊക്കെ വചനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ആ വാക്കിൻ്റെ ഭംഗി കൂട്ടലാണ്. എന്ന് വെച്ചാൽ എൻ്റെ വാക്ക് ഞാൻ പറയുന്നതുകൊണ്ട് ഭംഗി ഉണ്ടാവില്ല, പക്ഷെ നബിൻ്റെ വാക്ക് അതിൽ ആഡ് ചെയ്തതാൽ എന്തോ നബി പറഞ്ഞെന്ന് പറഞ്ഞിട്ടല്ല കേട്ടോ, ആയത്തോ ഹദീസോ ഒക്കെ നമ്മുടേതായ വാക്കിനിടയിൽ ഇട്ട് ഫിറ്റാക്കി കൊടുക്കാം. ഓക്കെ, അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ആശയം നമ്മുടേതല്ലല്ലോ, ഖുറാൻ്റെ ആശയം ഓൾറെഡി ഉള്ളതാണ്. പക്ഷെ എൻ്റെ വാക്കിന് ഞാൻ പറയുന്ന മറ്റു വാക്കുകൾ കൂടി ഈ വാക്ക് അവിടെ വന്നത് കാരണമായിട്ടൊരു ഭംഗി കിട്ടുന്നു. അപ്പോൾ ഇത് മുഹസനാത്തുൽ ലഫ്ലിയയുടെ ഭാഗമാണ് ഇക്തിബാസ്, ബാക്കിയുള്ളതൊക്കെ മുഹസനാത്തുൽ മാനവിയയുടെ ഭാഗമാണ്. ഓക്കെ, അടുത്തൊരു ചോദ്യമുള്ളത് അല്ലിം കമാ തു അല്ലിം അബാക്ക. ഇവിടെ അല്ലിം ഹമു അബീക്ക എന്നാണോ, ഹമ അബീക്ക അബൂക്ക എന്നാണോ, ഹമ അബീക്ക എന്നാണോ, ഹമു അബൂക്ക എന്നാണോ പറയേണ്ടത്? ഇവിടെ 2 സ്ഥലത്ത് വന്നിട്ടുണ്ട്, ഇവിടെയും ഉണ്ട് നിയമം, ഇവിടെയും ഉണ്ട് അല്ലേ. അപ്പോൾ 2 സ്ഥലത്ത് നിയമം നോക്കണം. ഇത് അസ്മാവ സിത്ത എന്ന് പറയുന്ന നിയമമാണ് അല്ലേ. അസ്മാവ സിത്തൻ്റെ നിയമം വാവ് കൊണ്ട് റഫ്, അലിഫ് കൊണ്ട് നസ്ബ്, യാ കൊണ്ട് ജെറ് അല്ലേ. റഅയ്തു ജാ അബൂക,
റഅയ്തു അബാക്ക, മറർത്തു ബി അബീക, അങ്ങനെയാണ് പറയേണ്ടത്. അതിൽപ്പെട്ടതാണ് ഹമു എന്നുള്ളത്. അപ്പോൾ അതും ഹമു, റഫിന്റെ അവസരത്തിൽ ഹമു എന്ന് പറയണം, നസ്ബിന്റെ അവസരത്തിൽ ഹമ എന്ന് പറയണം, ജറിന്റെ അവസരത്തിൽ ഹമി എന്ന് പറയണം. ഇവിടെ ശരിക്കും അള്ളിം, നീ ബഹുമാനിക്ക്. ഇവിടെ ഫെയിലുണ്ട്, ഫായിലുണ്ട്. ഇനി വരേണ്ടത് മഫ്ഊലാണ്. മഫ്ഊൽ എന്ന് പറഞ്ഞാൽ നസ്ബിന്റെ പൊസിഷനാണ്. സോ അവിടെ അള്ളിം ഹമാ എന്നാണ് പറയേണ്ടത്. അപ്പൊ ഇവിടെ ഹമു എന്നാണ്, അപ്പൊ അതുകൊണ്ട് അവിടെ തെറ്റി. ഇവിടെ ഹമ ഓക്കെയാണ്, ഇവിടെയും ഹമ ഓക്കെയാണ്, ഇവിടെ ഹമു എന്നാണ്. അപ്പൊ ഇത് രണ്ടും തെറ്റാണെന്ന് ഉറപ്പായി. അപ്പൊ ഇവിടെ ഹള്ളിം ഹമ എന്നാണ് പറയേണ്ടത്. ഇനി അടുത്ത വാക്ക് അബാണ് അല്ലെ. അബിന്റെ അവിടെ നിന്റെ പിതാവിന്റെ ഫാദർ ഇല്ലോ എന്നാണ് ഹമു അല്ലെ. അപ്പൊ നിന്റെ പിതാവിന്റെ പിതാവാണ്. ഇവിടെ ശരിക്കും എന്റെ ഇലാഫത്തിന്റെ അവിടെ. അപ്പൊ ഇലാഫത്ത് എന്ന് പറയുമ്പോൾ ജെറിന്റെ പൊസിഷൻ ആണ്. ജെറിന്റെ പൊസിഷൻ ആകുമ്പോൾ അസ്മാസിത്തയുടെ ഇറാബ് യാ ആണ് വരേണ്ടത്. അവയുടെ ഹള്ളിം ഹമാ അബീക്ക എന്നാണ് പറയേണ്ടത്. അബൂക്ക റഫിന്റെ അവസരമല്ലേ, ഇത് ഇലാഫത്തല്ലേ, മുലാഫിലി ആണല്ലോ. മുലാഫിലി ആകുമ്പോൾ ജെറാണ് കിട്ടേണ്ടത്, ജെറ് യാ കൊണ്ടാണ് കിട്ടേണ്ടത്. ഇവിടെ വാവ് പറഞ്ഞു. സോ ഇത് ഇൻകറക്റ്റ് ആണ്. അള്ളിം ഹമാ അബീക്ക എന്നുള്ള ഓപ്ഷനാണ് കറക്റ്റായ ആൻസർ. ഓക്കെ, അള്ളിം ഹമാ അബീക്ക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എഡ്ഫിൽ ചാനലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതേപോലെ PYQസും അതേപോലെ എക്സാം ഓറിയൻറ്റഡ് ആയ പല ടിപ്സുകളും കാര്യങ്ങളൊക്കെ യൂട്യൂബ് ചാനലുകളിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. മാത്രമല്ല നമ്മുടെ ആപ്പുകളുണ്ട്. നമ്മൾ കേട്ടറ്റ് കാറ്റഗറി 1, 2, 3, 4 ഒരുപാട് സബ്ജക്റ്റുകളിൽ, അറബി അടക്കമുള്ള സബ്ജക്റ്റുകളിൽ ക്ലാസ് കൊടുക്കാറുണ്ട്. ആപ്പുകളിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ആക്സസ് കിട്ടും. അതിൽ മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ക്ലാസ്സുകളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറിയ പേയ്മെൻറ്റിൽ കൊടുക്കേണ്ടി വരും. നല്ല ബൃഹത്തായ വിശാലമായ മണിക്കൂറുകളോളമുള്ള ക്ലാസ് ടെസ്റ്റുകൾ, അതേപോലെ സ്റ്റഡി മെറ്റീരിയലുകൾ, പിന്നെ മെൻറ്ററിങ് സപ്പോർട്ടുകൾ തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ ഉള്ള ബൃഹത്തായ അറബിക്കിൽ ഏറ്റവും ബെസ്റ്റായ കേട്ടറ്റിൻ്റെ ഇന്ന് കേരളത്തിൽ നമ്പർ 1 ആയ എഡ്ഫിൽ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാത്ത ആളുകൾ ഡൗൺലോഡ് ചെയ്യുക. ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും അതിൽ കിട്ടും. അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം. സോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യാത്ത ആളുകൾ ആപ്പും ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. നഹ്വിലെ മറ്റൊരു ചോദ്യമാണ് ശരീഫ്തു മാ അന്നീൽ. ഇത് ബലാഗയിലെ ചോദ്യമാണ്. ശരീഫ്തു മാ അനിൽ, ഞാൻ നൈൽ നദിയിലെ വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ചെന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ആശയം എന്താണ്? അയാൾ ഒരു മുറുക്കി കുടിച്ചിട്ടുണ്ടാവുള്ളൂ, അല്ലാതെ നൈൽ നദിയിലെ വെള്ളം മൊത്തം കുടിക്കോ? ഇല്ല. പക്ഷേ ഈ പറഞ്ഞ വാക്കിലൊരു പ്രശ്നമുണ്ട് അല്ലേ. ഞാൻ നൈൽ നദിയിൽ വെള്ളം കുടിച്ചു എന്ന് പറയുമ്പോൾ ആ വാക്കിൽ വെള്ളം മൊത്തം കുടിച്ചെന്ന് അർത്ഥമുണ്ട്. പക്ഷെ വെള്ളം മൊത്തം കുടിച്ചിട്ടില്ല, കുറച്ച് മാത്രമേ കുടിച്ചിട്ടുള്ളൂ അല്ലേ. ഇവിടെ കുറച്ച് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ആ വാക്കിൽ നമ്മോട് തോന്നിപ്പിക്കുന്നത് മൊത്തം ഉണ്ട് എന്നുള്ള ഒരു വാക്കാണ് അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ മാ എന്ന് പറഞ്ഞാൽ മൊത്തം കുടിച്ചു എന്നുള്ള ഒരു മൊത്തം എന്നുള്ളൊരു ആശയം അവിടെ ഉണ്ട്. പക്ഷെ അത് മൊത്തം ഇല്ല, ശരിക്കും കുറച്ചേ ഉള്ളൂ അല്ലേ. അത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, ജുസ് മാത്രമേ അവിടെ ഉള്ളൂ. എന്ന് വെച്ചാൽ ഒരു കുല്ലിയായ പൊതുവിലുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് അത് മൊത്തമില്ലാതെ കുറച്ച് മാത്രമാണ് ആ വാക്കിൻ്റെ ആശയം ഉണ്ടാവുകയുള്ളൂ. ആ ഒരു അത് നമ്മളവിടെ കുല്ലിയ എന്ന് പറയാം. ഇത് ശരിക്കും മജാസിൻ്റെ ഭാഗമാണ്. മജാസ് മുർസലാണ്. മജാസ് മുർസലാകണമെന്നുണ്ടെങ്കിൽ 8 അലാക്കകളുണ്ട്. ഞാനിവിടെ 8 അലാക്കുകളും പറയാം. ഈ അലാക്കുകൾ പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അടുത്ത തവണ ഇവിടെ ചിലപ്പോൾ ഇപ്പോൾ കുല്ലിയണോ, അടുത്ത തവണ വേറെ എന്തെങ്കിലുമൊക്കെ വരാം. അപ്പോൾ 8 അലാക്കുകൾ മനസ്സിലാക്കി വെക്കുക. ആ 8 അലാക്കുകൾ മനസ്സിലായാലും മജാസ് മുർസൽ ക്ലിയർ ആയി അല്ലേ. അപ്പോൾ 8 അലാക്കുകൾ ഇതാണ്. ഒന്നാമത്തെ ഒരു അലാക്ക എന്ന് പറഞ്ഞാൽ ഒരു ജുസ് പറഞ്ഞിട്ട് കുല്ലിനെ ഉദ്ദേശിക്കാം. ഇവിടെ നോക്കൂ, ഞാനൊരു അയിനിനെ കണ്ടു. ഒരു സ്പൈ ജാസൂസിനെയാണ് അയിനെ ഉദ്ദേശിക്കുന്നത്. അയാളുടെ മൊത്തം ബോഡി പറയാതെ അയിനെ മാത്രം പറഞ്ഞു. എന്ന് വെച്ചാൽ ആ ജാസൂസ് എന്ന് പറയുന്ന പ്രവർത്തനം നടത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അയിന്. ആ അയിന് എന്ന് പറയുന്ന ഒരു ഭാഗം ഉദ്ദേശിച്ചുകൊണ്ട് അതിനെ മൊത്തം എന്താണ് പറയണം. അപ്പോൾ ഉദാഹരണം നമ്മൾ കൈയിനെ ചെവിയിലിട്ടാൻ പറയാം. വിരൽ മൊത്തം ഇടുന്നുണ്ടോ? വിരലിനെ ചെവിയിലിട്ടു. വിരൽ ചെവിയിലിടുന്നുണ്ടോ? ഫുള്ള് പോകണമെന്നില്ല, കുറച്ച് മാത്രമേ പോകണുള്ളൂ. അപ്പോൾ ഈ ഒരു മൊത്തം പറഞ്ഞിട്ട് കുറച്ചതിനെ ജുസിനെ മാത്രം ഉദ്ദേശിക്കലാണ് ജുസിയ എന്ന് പറയാം. പിന്നെ കുല്ലിയാണ് നേരെ ഓപ്പോസിറ്റ്. പറഞ്ഞത് കുറച്ചായിരിക്കും, പറഞ്ഞത് കുല്ലായിരിക്കും, പക്ഷെ അതിനെ ഫുള്ള് ഉദ്ദേശിക്കില്ല. ഇവിടെ കുറച്ച് പറയുന്നു, ഫുള്ള് ഉദ്ദേശിക്കുന്നു. സോറി, ഞാൻ നേരത്തെ പറഞ്ഞ ഈ അനാമിൽ എന്നുള്ള ഇതിൻ്റെ ഓപ്പോസിറ്റ് ആട്ടോ, കുല്ലിയൻ്റെ ഉദാഹരണമാണ്. ഇവിടെ നേരെ അതാണ്, ജുസ് പറഞ്ഞിട്ട് മൊത്തം ഉദ്ദേശിക്കുക. അയിന് പറഞ്ഞിട്ട് അയിനെ മാത്രമല്ല ഉദ്ദേശിക്കേണ്ടത്, അയിന് കൂടിയുള്ള ബോഡിയായ ആ ഒരു ചാരപ്രവർത്തനം നടത്തുന്ന ആളെ ഉദ്ദേശിക്കണം. അപ്പോൾ ജുസ് പറഞ്ഞ് കുല്ലിനെ ഉദ്ദേശിക്കൽ ജുസ്ഇയാണ്. കുല്ല് പറഞ്ഞ് ജുസ്ഇനെ ഉദ്ദേശിക്കൽ, കുല്ല് പറഞ്ഞിട്ട് ജുസ്ഇനെ ഉദ്ദേശിക്കൽ അത് കുല്ലിയാണ്. പിന്നെ സബബിയുണ്ട്. സബബിയ സബബ് പറയുന്നു, പക്ഷെ സബബല്ല ഉദ്ദേശിക്കൽ, അതുമൂലം ഉണ്ടാകുന്ന ഒരു കാര്യത്തെയാണ് ഉദ്ദേശിക്കൽ. എന്ന് വെച്ചാൽ
അവൻ്റെ കരങ്ങൾ വളരെ വലുത്. ഇപ്പോൾ ദാനം കൊടുക്കലൊക്കെ കൈകൾ കൊണ്ടാണല്ലോ, അപ്പോൾ അവൻ്റെ കൈകൾ വളരെ വലുതാണെന്ന് പറയുമ്പോൾ ആ കൈകളല്ല അവിടെ ഉദ്ദേശിക്കുന്നത് അയാൾ, അതുമൂലം ഉണ്ടായ അദ്ദേഹത്തിൻ്റെ മഹത്വങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം കൊടുത്ത ധനങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കല്. അപ്പോൾ ഈ ഒരു കാരണം, ഇത് കൈ കൊണ്ടാണ് ധനം കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭാവനകൾ ചെയ്യുക എന്നുള്ളത് കൊണ്ട് അത് കാരണമാണ്. പക്ഷെ അവിടെ ഇയാൾ പവിത്രമാക്കുന്നത് അതിനെയാണോ? അല്ല, അതുമൂലം ഉണ്ടായ കാര്യത്തെയാണ്. അപ്പൊ സബബ് പറഞ്ഞുകൊണ്ട് മുസബബിനെ ഉദ്ദേശിക്കുക. അതാണ് സബബിയ എന്ന് പറഞ്ഞാൽ. മുസബബിയ എന്ന് പറഞ്ഞാൽ സബബിനെയാണ് മുസബബിനെ പറയാ, പക്ഷെ അതല്ല ഉദ്ദേശിക്കുന്നത്, സബബിനെയാണ് ഉദ്ദേശിക്കല്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ അള്ളാഹു തആല ആകാശത്തിൽ നിന്ന് റിസ്കിനെ ഇറക്കി. അള്ളാഹു ആകാശത്ത് നിന്ന് റിസ്കിനെ ഇറക്കുവോ? ഇല്ല. അള്ളാഹു ആകാശത്തിൽ നിന്ന് മഴയാണ് ഇറക്കുക. ആ മഴ കാരണമായിട്ട് റിസ്ക് ഉണ്ടാവാം. അപ്പം മുസബബിനെ പറഞ്ഞു, പക്ഷെ അവിടെ ഉദ്ദേശിച്ചത് എന്തിനെയാണ്? സബബിനെയാണ്. അതിനാണ് എന്ത് പറയാ? മുസബബിയ എന്ന് പറയാം. പിന്നെ ഹാലിയ ഉണ്ടാവും. ഒരു അവസ്ഥ പറഞ്ഞിട്ട് ആ അവസ്ഥയുള്ള സ്ഥലത്തെ പറയാം. നല്ല അമല ചെയ്ത ആളുകളൊക്കെ ഫി നഈം, അവർ നല്ല ആനന്ദത്തിലാണ്. ആനന്ദത്തിലാണോ? ശരിക്കും അതിനർത്ഥം എന്താണ്? നല്ല കാര്യങ്ങൾ ചെയ്ത ആളുകൾ സ്വർഗത്തിലാണെന്നാണ്. അപ്പൊ ആനന്ദം ഉണ്ടാകുന്ന സ്ഥലം സ്വർഗമാണ് ഉദ്ദേശിക്കുന്നത്. ഫി നഈം എന്ന് പറഞ്ഞുകൊണ്ട് ഹാല് പറഞ്ഞു, മഹലിനെ ഉദ്ദേശിക്കുന്നതാണ് ഹാലിയ. ചിലപ്പോൾ മഹല് പറഞ്ഞിട്ട് ആ മഹലിലുള്ള ആളുകളെ ഉദ്ദേശിക്കാറുണ്ട്. നീ വസ്അലിൽ ഖറിയ, ഗ്രാമത്തോട് ചോദിക്കൂ. ഗ്രാമത്തോടല്ല ചോദിക്കേണ്ടത്, വസ്അലു അഹ്ലൽ ഖറിയ, ഗ്രാമത്തിലുള്ള ആളുകളോടാണ് ചോദിക്കേണ്ടത്. അപ്പം മഹല് പറഞ്ഞിട്ട് അതിലുള്ള മൻ ഫീഹിം ഉദ്ദേശിക്കുക. അതാണ് മഹല്ലിയ എന്ന് പറഞ്ഞാൽ. പിന്നെ എത്തിബാറ് മാക്കാനുണ്ട്. ഇപ്പൊ ഇല്ല, പക്ഷെ മുമ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ ചില ആളുകൾ നമ്മൾ യത്തീം എന്ന് വിളിക്കും. അയാൾ ശരിക്കും ഇപ്പോൾ 35 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും, പക്ഷെ അയാൾ മുമ്പ് യത്തീം ആയതുകൊണ്ട് യത്തീം എന്ന് വിളിക്കുന്നു. പിന്നെ ചില എത്തിബാറ് മാ യക്കൂനുണ്ട്. ഇപ്പം അതില്ല, പക്ഷെ ഉണ്ടാവുന്ന ഉറപ്പാണ്. അപ്പോൾ അള്ളാഹു പലയിടത്തും പറഞ്ഞിട്ട് ഖിയാമത്ത് നാൾ വന്നിട്ടുണ്ടോ? ഇല്ല, പക്ഷെ വരുന്ന ഉറപ്പാണ്. എത്തിബാറ് മാ യക്കൂനുമാണ്. അപ്പോൾ ഈ ഒരു 8 കാര്യങ്ങൾ കൊണ്ടാണ് അത് നമ്മൾ മജാസ് മുർസലാന്ന് പ്രഖ്യാപിക്കുക. അപ്പോൾ ഈ 8 അലാക്കാത്തുകൾ ഉള്ളത്. ഇവിടെ നമ്മളിവിടെ വന്നത് ഒരു സാധാരണ ഇതാണ്. ഇവിടെ ശരീഅത്ത് മാ അന്നീൽ എന്നാണ്. മാ അന്നീൽ ഫുള്ളില്ല, കുറച്ച് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പം മാനെ മൊത്തം പറഞ്ഞിട്ട് ചില ഭാഗത്തെ മാത്രം ഉദ്ദേശിക്കുന്നതിനാണ് എന്ത് പറയാ? കുല്ലിയ എന്ന് പറയാം. എന്താണ് പറഞ്ഞതാണ് നോക്കുക. കുല്ല് പറഞ്ഞിട്ട് ജുസിനെ ഉദ്ദേശിക്കുമ്പോൾ കുല്ലിയ, ജുസ് പറഞ്ഞ് കുല്ലിനെ ഉദ്ദേശിക്കുമ്പോൾ ജുസ്ഇയ്യ, സബബ് പറഞ്ഞ് സബബിനെ ഉദ്ദേശിക്കുമ്പോൾ സബബിയ്യ, മുസബബ് പറഞ്ഞ് സബബിനെ ഉദ്ദേശിക്കുമ്പോൾ മുസബബിയ്യ, അല്ലേ? ഹാല് പറഞ്ഞ് മഹലിനെ ഉദ്ദേശിക്കുമ്പോൾ ഹാലിയ്യ, മഹല്ല് പറഞ്ഞ് അതിലുള്ള ആളുകളെ ഉദ്ദേശിക്കുമ്പോൾ മഹല്ലിയ്യ. അപ്പം എന്താണോ ഇവിടെ ദിക്ർ, അതിനനുസരിച്ചാണ് നമ്മൾ പേര് പറയുക. അപ്പം ഇവിടെ കുല്ല് പറഞ്ഞിട്ടാണ് ജുസിനെ ഉദ്ദേശിച്ചത്. സോ ഇവിടെ കുല്ലിയയാണ്. ശരീഅത്ത് മാ അന്നീലി കുല്ലിയയാണ്. അപ്പം ഈ കുറച്ച് ലിറ്ററേച്ചറിലെ ചോദ്യങ്ങൾ കൂടി വന്നിട്ടുണ്ട്. ഇതൊക്കെ വളരെ സിമ്പിളായ സാധനങ്ങളാണ്. എന്നും എല്ലാ ചോദ്യത്തിലും ഉണ്ടാവുന്ന സാധനമാണിത്. അമ്മാബാദ് പറഞ്ഞ ആളാരാണെന്നുള്ളത്, അല്ലേ? ഖുസ്ബുന് സായിദ് അൽ ഇയാദിയാണ് അവ്വലു മൻ ഖാല ഫീ ഖുത്ബത്തി അമ്മാബാദ്. ആദ്യമായിട്ട് തൻ്റെ പ്രസംഗത്തിൽ അമ്മാബാദ് എന്ന് പറഞ്ഞ ആള് ഖുസ്ബുന് സായിദ് അൽ ഇയാദി. പലപ്പോഴും പല രീതിയിലും വന്നതാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഇദ്ദേഹത്തിന് ജാഹിലിയ കാലഘട്ടത്തിലാണെങ്കിൽ പോലും തൗഹീദിൻ്റെ ആശയങ്ങളൊക്കെ ഉള്ളതും ആ ആശയങ്ങൾ ഹിക്മത്തായിട്ട് പറഞ്ഞതും പ്രസംഗങ്ങളൊക്കെ പറഞ്ഞ ആളുകൂടിയാണ് ഈ ഖുസ്ബുന് സായിദ് അൽ ഇയാദി. ഇദ്ദേഹത്തിന് ഹിക്മത്ത് അംസാലുകളൊക്കെ തൻ്റെ പ്രസംഗത്തിൽ കാര്യമായിട്ടുണ്ട്. നബിയുടെ കാലത്ത് നബി ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ട്. നബിക്ക് പ്രവാചകത്വം കിട്ടുന്നതിന് മുമ്പ്. അന്ന് അതിനെക്കുറിച്ച് പിന്നീട് നബി പറഞ്ഞത് ഇർഹമുല്ലാഹു ഖുസ്സൻ ഇന്നഹു യുബാസു യൗമൽ ഖിയാമത്തി ഉമ്മത്തൻ വഹദഹു എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കൂടി നബി ഖുസ്ബുന് സായിദ് അൽ ഇയാദിയെ കുറിച്ച് നടത്തിയിട്ടുണ്ട്. സൂക്കുക്കാദിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം ഉണ്ട്. നബി സൂക്കുക്കാദിൽ വെച്ചാണ് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടിട്ടുള്ളത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ ചില ഭാഗങ്ങളാണ് അയ്യുഹന്ന ഇസ്മഉ വാവു എന്നുള്ളതൊക്കെ. അപ്പോൾ ഖുസ്ബുന് സായിദ് അൽ ഇയാദിയെ കുറിച്ച് നിരവധി എല്ലാ തവണയും ഒരു ചോദ്യം ഉണ്ടാവാറുണ്ട്. കാരണം ഖതീബുൽ ജാഹിലി ഏറ്റവും പ്രധാനപ്പെട്ട ആളാണല്ലോ ഖുസ്ബുന് സായിദ് അൽ ഇയാദി. പിന്നെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് എന്തിൻ്റെ ഡെഫിനിഷൻ ആണെന്ന് ചോദ്യം. അൽ കലാമുൽ മൗസൂനുൽ മഖ്ഫിയു, കാഫിയകളുള്ള വസനുകളുള്ള കലാമിനാണ് എന്ത് പറയാം? കാഫിയകളും വസനും എന്തിനാ ഉണ്ടാവല്? ഷിഅറിനാണ്. സിമ്പിളായ ചോദ്യമാണ്. നെസർ എന്ന് പറഞ്ഞാൽ ഗദ്യമാണ്. കാഫിയയും വസനുകളൊന്നും ഇല്ലാതെ സ്വതന്ത്രമായി പറയുന്ന രീതിക്കാണ് ഗദ്യം എന്ന് പറയാം. അത് ഗദ്യത്തിൻ്റെ ഭാഗമാണ് റിവായകളും പ്രസംഗങ്ങളാവാം, മിസാലുകളാവാം, ഹിക്മത്തുകളാവാം, വസീയത്തുകളാവാം, പിന്നെ മസ്രഹിയാവാം, റിവായാവാം, കിസ്സയാവാം, ഒക്കെ നെസറിൻ്റെ ഭാഗമാണ്. റിസാലകളൊക്കെ നെസറിൻ്റെ ഭാഗമാണ്. ഷെയർ അല്ലാത്തതൊക്കെ നെസറാണ്, അല്ലേ? അപ്പം ഷെയറാണ് ശരിക്കും അൽ കലാമുൽ മൗസൂനുൽ മഖ്ഫിയു, കാഫിയകളൊത്ത വസനുകളൊത്ത കലാമിനാണ് ഷെയർ എന്ന് പറയാം.
അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഇതൊക്കെ വന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില പോയിന്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഇതുമായി ബന്ധപ്പെട്ടതല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കുക. ഇവിടെ റിവായ പറഞ്ഞല്ലോ, റിവായയെക്കുറിച്ച് പൊതുവെ ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്. റിവായ, ആദ്യത്തെ റിവായ സൈനബാണ്. സൈനബിൻ്റെ ഓദർ മുഹമ്മദ് ഹുസൈൻ ഐക്കലാണ്. 1914 ഉണ്ടായത്. അപ്പം അതിനെക്കുറിച്ച് വേറൊരു ചർച്ചകൾ വരാറുള്ളത്, ആദ്യത്തെ ഒരു ലക്ഷണമൊത്ത നോവലാണ് സൈനബ്. അതിന് മുമ്പ് ഒരു നോവൽ ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ പേര് ഹുസ്നുൽ ലവാഖിബ് എന്നാണ്. ഹുസ്നുൽ ലവാഖിബിൻ്റെ ആള് സൈനബ് ഫൗസാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് അത് ജയിച്ചത്. പക്ഷേ ഈ നല്ല ലക്ഷണമൊത്ത ഏറ്റവും നല്ല നോവലാണെന്നാണ് നമ്മൾ ഈ സൈനബിനെ കുറിച്ച് പറയാനുള്ളത്. സോ സൈനബാണ് ലക്ഷണമൊത്ത അറബി ഭാഷയിലെ ആദ്യത്തെ നോവല്. പിന്നെ ആദ്യത്തെ കഥ വരുന്നത് മഹ്മൂദ് തൈമൂറിൻ്റെ ഷെയ്ഖ് ജുമ്മ എന്നുള്ള കഥയാണ് അല്ലേ, കഥാസമാഹാരമാണ്. ശരിക്ക് പൂർണ്ണമായും ലക്ഷണമൊത്ത കഥാസമാഹാരം ഷെയ്ഖ് ജുമ്മയാണ്. പക്ഷേ ആദ്യത്തെ കഥ അത് ഏതാണ്? ഫിൽ ഖിത്താറാണ്. രണ്ടും മഹ്മൂദ് തൈമൂറിൻ്റെതാണ്. അതുകൊണ്ടാണ് റായിദുൽ ഖിസ്സാൽ അറബിയ എന്ന് മഹ്മൂദ് തൈമൂറിനെ വിളിക്കുന്നത്. പിന്നെ അതാണ് ഫിൽ ഖിത്താർ. ഫിൽ ഖിത്താറാണ് ആദ്യത്തെ കഥ ഉള്ളത്. 1917 രചിച്ചത്. പിന്നെ ആദ്യത്തെ മജ്മുഅ ഖിസ്സയാണ്, മജ്മുഅ ഖസസിയ്യയാണ് അഷേഖ് ജുമ്മ എന്നുള്ളത്. പിന്നെ അതേപോലെ അവൽ മസ്രഹിയ ബഖീലാണ്, അത് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. അത് മാറൂൻ നക്കാഷിൻ്റെയാണ് അവൽ ബഖീൽ എന്ന് പറഞ്ഞ ആദ്യത്തെ ഡ്രാമ. പിന്നെ ആദ്യത്തെ ലക്ഷണമൊത്ത അറബി ഭാഷ രചിക്കപ്പെട്ട ഡ്രാമയും മാറൂൻ നക്കാഷിൻ്റെത് തന്നെയാണ്. അതിന് അബുൽ ഹസൻ മഖ്ഫലാണ്. പിന്നെ ആദ്യത്തെ മോഡേൺ ബയോഗ്രഫി ഉള്ളത് ത്വഹ ഹുസൈൻ്റെതാണ്. പിന്നെ ട്രഡീഷണലായ ആദ്യത്തെ ബയോഗ്രഫി അറബി ഭാഷ രചിക്കപ്പെട്ടത് അബു ഗസാലി ഇമാമിൻ്റെ അൽ മുൻഖദ് മിൻ അൽ-ദലാൽ എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. പിന്നെ ആദ്യത്തെ റിസാലത്തു അബ്ദുൽ ഹമീദ് അൽ കാത്തിബാണ്. ഇദ്ദേഹമാണ് ഇതിൻ്റെ ഫൗണ്ടർ അല്ലേ, റിസാലയുടെ സ്റ്റാർട്ടിംഗ് ഒക്കെ നടത്തിയ ഇദ്ദേഹമാണ്. ജസ്റ്റ് ഇതിനെക്കുറിച്ച് പറഞ്ഞെന്ന് മാത്രം. ഓക്കെ. പിന്നെ ഹുമുല്ലദീന ഇഷ്തഹറു ഫിൽ ജാഹിലിയത്തി വൽ ഇസ്ലാം. ഇതും സിമ്പിൾ ചോദ്യം, എപ്പോഴും വരുന്ന ഒരു സാധനമാണ്. ജാഹിലിയ കാലഘട്ടത്തിലും ഇസ്ലാമിൽ കാലഘട്ടത്തിലും രണ്ടിലുമുള്ള ആളുകളെ നമ്മൾ എന്താണ് വിളിക്കുക എന്നുള്ളതാണ്. രണ്ടിലുമുള്ള ആളുകളെ നമ്മൾ മുഖ്ലറമൂൻ എന്നാണ് വിളിക്കാം. ജാഹിലിയ ഇസ്ലാമിന് മുമ്പുള്ള കാലഘട്ടമാണ്. ഇസ്ലാമിൽ മാത്രമുള്ള കാലം, ഇതിൻ്റെ അടിയിലുള്ള ഇസ്ലാമിൻ്റെയും ജാഹിലിയത്തിൻ്റെ അല്ലെങ്കിൽ ഇസ്ലാമിലും ജാഹിലിയത്തിലും ജീവിച്ച ആളുകളെയാണ് നമ്മൾ മുഖ്ലറമുകൾ എന്ന് വിളിക്കുക. മുവല്ലദ് എന്ന് പറയുമ്പോൾ പിന്നെ അബ്ബാസി അതിന് ശേഷമുള്ള പീരീഡിലുള്ള ആളുകളെയാണ് മുവല്ലദു എന്ന് വിളിക്കാറുള്ളത്. ഓക്കെ. പിന്നെ അടുത്തൊരു ചോദ്യം ഉള്ളത് മൻ ഹുവ സ്വന്നാജത്തുൽ അറബ്, അല്ലെങ്കിൽ ഹുവ യുറഫു ബി സ്വന്നാജത്തിൽ നിന്നാണ്. സ്വന്നാജത്തുൽ അറബാണ്. സ്വന്നാജത്തുൽ അറബ് എന്ന് പറഞ്ഞാൽ ഇംറുൽ ഖൈസ് ആണോ, ലബീദ് ബിൻ റബിയയാണോ, അംബർ ബിൻ കുൽസൂം ആണോ, ആയിഷയാണോ? സ്വന്നാജത്തുൽ അറബ് ശരിക്കും ഒരു ടൂളാണ്, അല്ലെങ്കിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ് സ്വന്നാജ അല്ലേ, സ്വന്നാജ. ശരിക്കും ആയിഷയെക്കുറിച്ചാണ് പറയുന്നത്. ആയിഷയാണ് സ്വന്നാജത്തുൽ അറബ് എന്ന് പറയാനുള്ള കാരണം ആയിഷയുടെ ഈ മ്യൂസിക് പറയുന്ന ഈ ആയിഷയുടെ കവിതയുടെ രീതി എന്ന് പറയുന്നത് ശരിക്കും ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഇങ്ങനെ വായിക്കുന്നത് പോലെ താളവും ഈണവും ഇമ്പവും ഒക്കെയുള്ള കേൾവിക്കാരിൽ കമ്പം ജനിപ്പിക്കുന്ന, പാടുന്നവന് ഇമ്പമുള്ള നല്ല രസകരമായ ഈ ഒരു മ്യൂസിക്കൽ മെത്തേഡിൽ ട്യൂണൽ കാര്യങ്ങളൊക്കെ ഉള്ളതായതുകൊണ്ടാണ് അദ്ദേഹത്തെ സ്വന്നാജത്തുൽ അറബ് എന്ന് വിളിച്ചത്. സോ ഇവിടെ ആയിഷയാണ് അതിൻ്റെ ആൻസർ. അടുത്തൊരു ചോദ്യം ഉള്ളത് ഉമർ റളിയല്ലാഹു അൻഹു മരിച്ച അതേ ദിവസം ജനിച്ച ഒരു ഷായറുണ്ട്. ഇതിന് പറയാറുള്ളത് ഹക്ക് മരണപ്പെട്ടു ബാത്തിൽ ജനിച്ചു എന്നുള്ളതാണ് അല്ലേ. അത് ശരിക്കും ഉമർ ബിൻ അബി റബിയാണ് അല്ലേ. ഒരു ഉമർ മരിച്ചു, മറ്റേ ഉമർ ജനിച്ചു. ഹക്കായ ഉമർ ജനിച്ചു, ഹക്കായ ഉമർ മരിച്ചു, ബാത്തിലായ ഉമർ ജനിച്ചു എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഉമർ ബിൻ അബി റബിയൻ്റെ പ്രത്യേകത അദ്ദേഹം ഈ ഗസലിയായ നിസാഇനെ കൂടുതൽ പരമാവധി വർണ്ണിച്ച് അങ്ങനെ വർണ്ണിക്കുന്ന ആ ഒരു രീതിയിലുള്ളൊരു കവിയാണ് അല്ലേ. അതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം. 23 ഈ ഉമർ ബിൻ അബി റബി ജനിക്കുന്നതും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നതും. ഉമർ ബിൻ അബി റബി വളരെ പ്രശസ്തനായ കവിയാണ്. അമവി കാലഘട്ടത്തിലുള്ള അദ്ദേഹത്തെ ഷായറുൽ ഗസൽ എന്ന് വിളിക്കുക. ഷായറുൽ ഗസൽ, ഗസലിയാത്ത് എന്ന് പറഞ്ഞാൽ സ്ത്രീ വർണ്ണനയിലുള്ള കവിതകൾക്കാണ് പറയാം. ഓക്കെ. ബാക്കിയുള്ള ആളുകളൊക്കെ ഖാബിബ് ബിൻ സുഹൈറും ഹസ്സാൻ ബിൻ സാബിത്തും ലബീദ് ബിൻ റബിയും ഒക്കെ ഷായറുൽ ഇസ്ലാമിയാണ്, മുഖ്ലറം കൂടിയാണ്. ഓക്കെ. മുഖ്ലറം കൂടിയെന്നല്ല, മുഖ്ലറമകളാണ്. ഇസ്ലാമിലും ജനിച്ചിട്ടുണ്ട്, ഇസ്ലാമിലും കവിതകൾ എഴുതിയിട്ടുണ്ട്, ജാഹിലിയത്തിലും കവിതകൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ. നേരത്തെ പറഞ്ഞ ഈ 3 പേരും ഹസ്സാൻ ബിൻ സാബിത്തും അതേപോലെ ഖാബിബ് ബിൻ സുഹൈറും ലബീദ് ബിൻ റബിയയും 3 പേരും മുഖ്ലറം കവികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ കൂടിയാണ്. ഓക്കെ. പിന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ബലാഗയെ കുറിച്ച് ഒരാൾ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, ഹി അല്ലത്തി ഇദാ സമിഅഹൽ ജാഹിലു ലന്ന അന്നഹു യുഹ്സിനു മിസ്ലഹ. ഒരു ജാഹിലായ മനുഷ്യന് ചില ബലാഗയായ നല്ല കവിതകളെ കണ്ടാൽ തോന്നും എനിക്കും ഇതേപോലെ ഉണ്ടാക്കാൻ പറ്റിക്കൂടെ, അല്ലെങ്കിൽ എനിക്കും ഇതേപോലെ പറ്റുമല്ലോ എന്ന് തോന്നും. ഈ ഒരു സ്റ്റേറ്റ്മെന്റ്
നടത്തിയ ആളാരാണെന്നാണ്. ജാഹിലാണോ, ഇബ്നു മുഖഫ ആണോ, ഇബ്നുൽ ഹമീദ് ആണോ, ഇബ്നു ദുറൈദ് ആണോ? ഇത് റയറായ ക്വസ്റ്റ്യൻ ആണ്, മുമ്പൊന്നും കാണാത്തൊരു ചോദ്യമാണ് അല്ലേ. അപ്പോൾ ഈ ശരിക്കും അങ്ങനെ തോന്നാറുണ്ട്, നല്ലൊരു ആശയം കൂടിയാണ്. ചില ആളുകൾക്ക് നമുക്കൊക്കെ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ വായിക്കുമ്പോൾ തന്നെ തോന്നും എനിക്ക് ഇതേപോലെ കവിതകൾ എഴുതി കൂടെ, എന്താണ് ഇപ്പോൾ ഇതിന് ഇത്ര പ്രത്യേകത, ഇയാൾക്ക് എന്തിനാണ് ഇപ്പോൾ അവാർഡ് കിട്ടിയത്, ഇതിനെക്കാട്ടും ബെസ്റ്റ് നോവൽ എൻ്റേതല്ലേ എന്നൊക്കെ തോന്നലുണ്ടാവാം അല്ലേ. ആ ഒരു ആശയത്തെക്കുറിച്ചാണ് ഇയാൾ പറഞ്ഞത്. ആരുടെ വാക്കാണ് അല്ലെങ്കിൽ ആരുടെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇത് എന്നാണ് പറഞ്ഞത്. ഇത് ഇബ്നു മുഖഫയിൻ്റേതാണ്, ഇബ്നു മുഖഫയിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതിൽ 4 പേര് വളരെ പ്രശസ്തരായ ആളുകളാണ് അല്ലേ. ഈ 4 പേരെ കുറിച്ച് ഞാനിവിടെ ജസ്റ്റ് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ജാഹിൽ ഈ അനലൈസ് ചെയ്യുമ്പോൾ വിശദമായി അനലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയി പറയുന്നത്. ജാഹിൽ ബസറക്കാരനാണ്, ഇബ്നു മുഖഫവും ബസറക്കാരനാണ്, ഇബ്നു ഹമീദ് ഇറാനിയനാണ്, ഇബ്നു ദുറൈദും ബസറക്കാരനാണ് അല്ലേ. അപ്പോൾ ഇബ്നു ദുറൈദ്, ഇബ്നു മുഖഫ, ജാഹിൽ ബസറയിലുള്ള ആളുകളാണ്, ഇറാഖിലുള്ള ആളുകളാണ്. ഇബ്നു ഹമീദ് മാത്രമാണ് ഇതിൽ ഇറാനിയനായിട്ടുള്ളത്, ഇബ്നു ഹമീദ്. ഇവരുടെ പ്രത്യേകത ജാഹിലും ഇവരൊക്കെ അബ്ബാസി പീരീഡിൻ്റെ ശേഷമുള്ള കാലഘട്ടത്തിലുള്ള ആളുകളാണ്. ജാഹിൽ, അതേപോലെ പിന്നെ ഇബ്നു മുഖഫ ഒക്കെ. പിന്നെ ബുവൈഹിയ അതും അബ്ബാസി പീരീഡിൽ അബ്ബാസി പീരീഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുക അപ്പുറത്തുള്ള മറ്റൊരു പാരലായ ഡൈനാസ്റ്റിയാണ് ബുവൈഹിയ ഡൈനാസ്റ്റി. അതിലുള്ള ആളാണ് ഇബ്നു ഹമീദ്. ഇബ്നു ദുറൈദും ഇതേ കാലഘട്ടത്തിൽ റാബി ഹിജ്റിയിൽ എന്ന് വെച്ചാൽ അബ്ബാസി പീരീഡ് തന്നെയാണ്, ആ സമയത്തുള്ള ആൾ തന്നെയാണ്. ജാഹിദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്കുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അൽ ബയാനു തബീൻ ആണ് ഏറ്റവും ഫസ്റ്റും അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രൊമിനൻ്റ് ആയ വർക്കുള്ളത്. പിന്നെ ഇബ്നു മുഖഫിൻ്റെ ഏറ്റവും ബൃഹത്തായ വർക്ക് ഖലീലുദ്ദീനെയാണ്. പിന്നെ ഇബ്നുൽ ഹമീദിൻ്റെ അദ്ദേഹത്തിൻ്റെ റിസാലയാണ് പ്രശസ്തം. റിസാലയുടെ റസായില ബി അബ്ദുൽ ഹമീദ് എന്നാണ് അല്ലേ. പിന്നെ ഹുത്തീമത്ത് ബി ഇബ്നുൽ ഹമീദ് ആണ്. അബ്ദുൽ ഹമീദിൽ തുടങ്ങി ഇബ്നുൽ ഹമീദിൽ അവസാനിച്ചു. പിന്നെ ഇബ്നു ദുറൈദും വളരെ പ്രശസ്തനായ ആളാണ്, അദ്ദേഹത്തിനാണ് ജംഹറത്തുൽ ലുഗ എന്ന് പറയുന്ന വർക്കൊക്കെ ഉള്ളത്. അപ്പോൾ ഇതാണ് ഈ ഓപ്ഷനിലുള്ള 4 പേര്. നമ്മുടെ ഇവിടെ ആൻസർ ഇബ്നു മുഖഫിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അടുത്തൊരു സിമ്പിൾ ചോദ്യമാണ്. ജാഹിദിൻ്റെ പൂർണ്ണമായ പേരെന്താണ്? ഇത് പഴയ പാറ്റേണിലുള്ള ചോദ്യമാണ്. ഈ റീസെൻ്റ്ലി ഇത്തരം പാറ്റേണിലുള്ള ചോദ്യങ്ങൾ കുറവാണ്. ഇതിലും ആകെ ഈ രീതിയിലുള്ള ഒരേ ചോദ്യം വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് ടഫായിരിക്കും അല്ലേ, കാരണം എല്ലാ ആളുകളെ കുറിച്ചുള്ള അവരുടെ പേരൊക്കെ പഠിക്കാനുള്ള പ്രയാസകരമായിരിക്കും. അപ്പോൾ ഇത് പേടിക്കേണ്ട ആവശ്യമില്ല, അത് ഇത്തരം ആകെ ഒരേ ചോദ്യം വന്നിട്ടുള്ളൂ. ജാഹിദിൻ്റെ പൂർണ്ണമായ പേര് അബൂ ഉസ്മാൻ അംബ്രുബിനു ബഹ്റബിനു മഹബൂബുൽ കിനാനി അൽ ബസ്രി എന്നാണ് ജാഹിദിൻ്റെ പേര്. ഇദ്ദേഹം അബ്ബാസി കാലഘട്ടത്തിലുള്ള ആളാണ്. വളരെ പ്രശസ്തമായ ബയാനു തബീനും കിതാബുൽ ഹയവാനും കിതാബുൽ ബഖീലൊക്കെ എഴുതിയ പ്രശസ്തനായ ആളാണ്. ജാഹിദ് എന്ന് പേര് വെക്കാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ കണ്ണ് ഇങ്ങനെ കുഴിന്ന് പോയ ആളായതുകൊണ്ടാണ് ജാഹിൽ എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ഈ ലിറ്ററേച്ചർ എന്നുള്ള ചോദ്യങ്ങൾ അത്ര വലിയ ഇൻഡെപ്തിലെ ചോദ്യങ്ങൾ കൂടുതൽ വന്നിട്ടില്ല അല്ലേ, ചിലയിടങ്ങളിൽ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അത്ര ലാസ്റ്റ് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണെന്നാണ് ലാസ്റ്റത്തെ ഈ PYQ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, ഹാഫിദ് ഇബ്രാഹിം എവിടെയാണ് ജനിച്ച സ്ഥലം നമുക്കറിയാം, മിസ്റിലാണ് അല്ലേ, ഈജിപ്തിലാണ്. പക്ഷേ ഈജിപ്തിൽ എവിടെ, ആ സ്ഥലത്തിൻ്റെ പേരാണ് ചോദിച്ചത്. ഇറാഖാണോ? ഇറാഖല്ലല്ലേ, ഇറാഖ് ഈജിപ്തിലല്ലോ. ദൈറൂത്ത് ദിമഷ്ക് അല്ലേ, ദിമഷ്കും ഡമസ്കസ് ബസറയിലാണല്ലോ അല്ലേ, ഉന്ദുലുസ് അതുമല്ല. ഓക്കെ, അപ്പോൾ മിസ്റിലാണ് അറിയെങ്കിൽ നമുക്ക് ഇത് കിട്ടും, കാരണം ഇത് 3 എല്ലാം നമുക്ക് ഒറ്റയടിക്ക് അറിയാം. ദൈറൂത്ത് എന്ന സ്ഥലത്താണ് ഹാഫിദ് ഇബ്രാഹിം ജനിച്ചിട്ടുള്ളത് അല്ലേ. മിസ്റിലെ സിയൂത്ത് എന്ന് പറയുന്ന പ്രൊവിൻസിയിലെ ദൈറൂത്ത് എന്ന് പറയുന്ന സിറ്റിയിലാണ് ഹാഫിദ് ഇബ്രാഹിം ജനിച്ചത്. ഹാഫിദ് ഇബ്രാഹിം മോഡേൺ കവിതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. പൊളിറ്റിക്കലായ സോഷ്യലായ കുറച്ച് കവിതകളും കോൺട്രവേഴ്ഷ്യലായ ചില കവിതകളും നാഷണലിസത്തിൻ്റെ ആശയങ്ങളൊക്കെ ഉള്ള കവിതകളൊക്കെ എഴുതിയ ആളാണ് ഹാഫിദ് ഇബ്രാഹിം. ഷായർ ഇന്ത്യയിൽ നിന്നൊക്കെയാണ് അദ്ദേഹത്തെ വിളിക്കാറുള്ളത്. മറ്റൊരു ചോദ്യം, ഇതും മോഡേൺ ലിറ്ററേച്ചറാണ്. അപ്പോൾ മോഡേൺ ലിറ്ററേച്ചറിൽ നിന്ന് എപ്പോഴും വരുന്ന ആളുകളാണ് ഈ ഹാഫിദ് ഇബ്രാഹിമും അഹമ്മദ് ഷൗക്കിയും. ഇവരൊക്കെ ഈ ലിറ്ററേച്ചറിൽ അല്ലെങ്കിൽ LPSCയിലൊക്കെ ഈ നഖദുമായി ബന്ധപ്പെട്ട ആളുകളെ അങ്ങനെ ചോദിക്കാറില്ല. എന്ന് വെച്ചാൽ നമ്മുടെ അക്കാദ്, മാസിനി തുടങ്ങിയ ആളുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരെക്കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ നഖദുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ LPSCയിൽ കുറവാണ്. അപ്പോൾ ഈ മുമ്പത്തെ ചോദ്യങ്ങളിലും അത്തരം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഏരിയ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ ഇനി വരില്ല എന്ന് പറയാൻ പറ്റുമല്ലോ കേട്ടോ. ഓക്കെ, ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് ആണ് പറയുന്നത്, അത്ര ഫോക്കസിങ് കൊടുക്കുന്നില്ല. ഈ ഇവരെ കുറിച്ചൊക്കെ പറയാനുള്ള കാരണം ഈ പുസ്തകങ്ങൾ കുട്ടികൾ ഹാഫിദ് ഇബ്രാഹിമിനെ കുറിച്ചും അഹമ്മദ് ഷൗക്കിയുടെ കവിതകളൊക്കെ അവർ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്ന അവരെപ്പോഴും കേട്ട് പരിചയമുള്ള മോഡേൺ കവികളെ കുറിച്ചൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ളത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ഘടകം കൂടിയാണ്.
ഓക്കെ, അസ്വാഖു ദഹബ് എന്ന് പറയുന്ന കിതാബ് അത് ആരുടേതാണ്? അഹമ്മദ് ഷൗക്കി, ഹാഫിദ് ഇബ്രാഹിം, അബൂമാലി, ജിബ്രാൻ, ഖലീൽ ജിബ്രാൻ. ശരിക്ക് അഹമ്മദ് ഷൗക്കിയുടെ ഗ്രന്ഥമാണ് അസ്വാഖു ദഹബ്. അസ്വാഖു ദഹബ് അദ്ദേഹത്തിൻ്റെ ശരിയായ കവിതകളല്ല, ഹിക്കമ്, അംസാല് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് അസ്വാഖു ദഹബ്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞ ആളുകളുടെ ലഖബും അവരുടെ ഏറ്റവും പ്രശസ്തമായ ചില വർക്കുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അഹമ്മദ് ഷൗക്കിയാണ് ആദ്യത്തെ ആൾ. ഇദ്ദേഹത്തെ അറിയപ്പെടാറുള്ളത് അമീർ ഷുറാ ഫിൽ ഹദീസ്, ആധുനിക അറബ് ഭാഷയുടെ പിതാവ്, അല്ലെങ്കിൽ ആധുനിക അറബി സാഹിത്യത്തിൻ്റെ, അറബി കവിതയുടെ അമീറാണ് അറിയപ്പെടുന്നത്. പിന്നെ ഹാഫിദ് ഇബ്രാഹിമിനെ പറയാനുള്ളത് ഷായറുന്നിൽ നിന്നാണ്. ഇല്യാബുമാലി അല്ലേ, അത് ഷായറുൽ മഹജറാണ്. ജിബ്രാൻ, ഖലീൽ ജിബ്രാൻ ഷായറുൽ ഫൽസഫ എന്നാണ് അറിയപ്പെടുക. അപ്പോൾ ഇയാൾ അഹമ്മദ് ഷൗക്കി മിസ്രിയാണ്, ഹാഫിദ് ഇബ്രാഹിം മിസ്രിയാണ്, അപ്പോൾ ഇല്യാബുമാലി ലുബ്നാനിയാണ്, അതേപോലെ ഖലീൽ ജിബ്രാനും ലുബ്നാനിയാണ്. പിന്നെ അഹമ്മദ് ഷൗക്കിയുടെ ഒരുപാട് കൃതികളുണ്ട്. ഒരുപാട് കൃതികളെ കുറിച്ച് പലതവണ ചോദിച്ചിട്ടുമുണ്ട്. ദീവാൻ ഷൗക്കി, അസ്വാഖു ദഹബ്, പിന്നെ മജ്നൂൻ ലൈല തുടങ്ങിയ ഒരുപാട് മസ്രഹിയുണ്ട്. മസ്രഹിയ താരീഖിയയും ഈ അഹമ്മദ് ഷൗക്കിക്കുണ്ട്. പിന്നെ ഹാഫിദ് ഇബ്രാഹിമിൻ്റെ ഏറ്റവും പ്രശസ്തമായ വർക്ക് ദീവാനു ഹാഫിദ് ഉണ്ട്. പിന്നെ അനല അക്തുബുൽ അഷാർ എന്ന് പറഞ്ഞ ഷീറൊക്കെ ഉണ്ട്. തിദ്കാറുൽ മാലിയാണ് ഇലാബ് മാലിയുടെ ആദ്യത്തെ വർക്കൊക്കെ. പിന്നെ അൽ ജദാവിൽ, അൽ ഹമായിലൊക്കെ വളരെ പ്രശസ്തമായ ഇലാബ് മാലിയുടെ രചനകളാണ്. ഷിഹറുൽ ഉറിൻ്റെ ഫൗണ്ടർ കൂടിയാണ് ഇലാബ് മാലി. പിന്നെ ഖലീൽ ജിബ്രാനെ കുറിച്ച് പിന്നെ ഒരുപാട് വളരെ ബൃഹത്തായിട്ട് വരുന്നൊരു ഏരിയ കൂടിയാണ്. കവിതകളുണ്ട്, ഇംഗ്ലീഷിൽ വർക്കുകളുണ്ട്, അറബിയിൽ വർക്കുകളുണ്ട്, അങ്ങനെ മക്കാല ഉണ്ട്. ഒരുപാട് വ്യത്യസ്തമായ പോളിമാത്തായിട്ട് ഒരുപാട് മേഖലകളിൽ കോൺട്രിബ്യൂഷൻ ഉള്ള ആളാണ് ഖലീൽ ജിബ്രാൻ. അന്നബി ദ പെർഫെക്റ്റ് അദ്ദേഹത്തിന് ഏറ്റവും പ്രശസ്തമായ വർക്കാണ്. അലജ്നത്തിന് മുത്തക്കസിറ, ഒടിഞ്ഞ ചിറകുകൾ, ദമ്മത്തിന് അബ്തിസാമ ഒക്കെ മാസ്റ്റർ പീസ് വർക്കുകളാണ്. ഓക്കെ, ഇനി സിമ്പിളായ കുറച്ച് ചോദ്യങ്ങൾ കൂടിയുണ്ട്. മഖ്ദൂം കുടുംബം നസ്ലത്ത് മിനൽ ഹിന്ദ്, ഇന്ത്യയിലേക്ക് വന്നത് എവിടെ നിന്നാണെന്നാണ്. മഖ്ദൂം കുടുംബം നമുക്ക് വളരെ പ്രശസ്തമായ സിമ്പിളായ ചോദ്യമാണ്. മഖ്ദൂം കുടുംബം കേരളത്തിലേക്ക് എത്തിയത് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് എത്തിയത് യമനിൽ നിന്നാണ് അല്ലേ. അടുത്തൊരു ചോദ്യം അതിനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മഖ്ദൂം കുടുംബത്തിൽ പ്രധാനപ്പെട്ട 2 ആളുകളെ കുറിച്ചാണ് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത്. സൈനുദ്ദീൻ അൽ മഖ്ദൂം അൽ കബീറും സൈനുദ്ദീൻ അൽ മഖ്ദൂം അസ്സഗീറും. അപ്പോൾ ഇവരുടെ കൃതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസിങ് ആവാറുണ്ട്. പലർക്കും 2 പേർക്കും ഒരുപാട് വർക്കുകളുണ്ട്. അപ്പോൾ ഇദ്ദേഹമാണ് സൈനുദ്ദീൻ മഖ്ദൂം അൽ കബീറാണ് അൽ മഖ്ദൂം അവൽ എന്നറിയപ്പെടാം. സൈനുദ്ദീൻ മഖ്ദൂം അസ്സഗീറാണ് സാനി എന്നറിയപ്പെടാം. ഇദ്ദേഹത്തിൻ്റെ മകൻ്റെ മകനാണ് ഈ സൈനുദ്ദീൻ മഖ്ദൂം അസ്സഗീർ എന്ന് പറഞ്ഞ ആൾ. തുഹ്ഫത്തുൽ മുജാഹിദീൻ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്. തുഹ്ഫത്തുൽ മുജാഹിദീൻ സൈനുദ്ദീൻ മഖ്ദൂം അസ്സാനിയുടേതാണ്. അതേപോലെ തഹ്രീദു അഹ്ലുൽ ഈമാൻ എന്ന് പറയുന്ന സാധനമുണ്ട്. 2 കവിതകൾ തന്നെയാണ്. തഹ്രീദു അഹ്ലുൽ ഈമാൻ, അപ്പോൾ അത് സൈനുദ്ദീൻ മഖ്ദൂം അൽ കബീറിൻ്റെതാണ്. ഓക്കെ, പിന്നെ ഫത്തുഹുൽ മുഈൻ തുടങ്ങിയ ഗ്രന്ഥങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെതാണ്. തസൗഫിലുള്ള കുറച്ച് ഗ്രന്ഥങ്ങളുണ്ട്, അത് സൈനുദ്ദീൻ മഖ്ദൂം അൽ കബീറിൻ്റെതാണ്. അപ്പം അങ്ങനെ ഈ 2 പേരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ ഏതെങ്കിലും വർക്ക് കൊടുത്താൽ എന്തായാലും ഓപ്ഷനിൽ 2 പേരുണ്ടാവും. അപ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ ആവാം. ഓക്കെ, അടുത്ത ചോദ്യം ഹിദായത്തുൽ അദ്കിയ എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ എന്നും എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ഇത് ആരുടെ കൃതിയാണ്? ഹിദായത്തുൽ അദ്കിയ, യെസ് ഹിദായത്തുൽ അദ്കിയ മഖ്ദൂം കബീറിൻ്റെതാണ് അല്ലേ. ഹിദായത്തുൽ അദ്കിയ തസൗഫുള്ള ഗ്രന്ഥമാണ്. തസൗഫിൽ മഖ്ദൂം കബീറാണ് പ്രശസ്തൻ, ഫിക്കിയിലാണ് മഖ്ദൂം സഗീർ പ്രശസ്തൻ. ഈ 4 പേരെ കുറിച്ച് എന്തായാലും 2-3 ചോദ്യങ്ങൾ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇത് ബേസിക്കലായിട്ട് ഇവരെ കുറിച്ച് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഫത്തുഹുൽ മുബീൻ ആണ് ഖാദി മുഹമ്മദ്. ഫത്തുഹുൽ മുഈൻ ആണ് സൈനുദ്ദീൻ മഖ്ദൂം അസ്സഗീറിൻ്റേത്. പിന്നെ ഖസീദത്തു മദ്ഖലുൽ ജിനാൻ. ഓക്കെ, ഈ ഖാദി മുഹമ്മദിനെ കുറിച്ച് നിങ്ങൾ ബേസിക്കലായിട്ട് എന്താ ഇത് മനസ്സിലാക്കുക. ഫത്തുഹുൽ മുബീൻ ആണ് ഒരുപാട് തവണ വന്ന ചോദ്യം. ഖാദി മുഹമ്മദിന്റെ കൃതിയാണ് ഫത്തുഹുൽ മുബീൻ. പിന്നെ ഖാദി ഉമറിൻ്റെതാണ് നഫായിസുദ്ദുറർ, മഖാസിദുൻ നിക്കാഹ് ഒക്കെ 2 വളരെ പ്രശസ്തമായ സാധനമാണ്. നഫായിസുദ്ദുറർ പിന്നെ മഖാസിദുൻ നിക്കാഹ് ഖാദി ഉമറിൻ്റെത്, ഉമർ ഖാദി. പിന്നെ മഖ്ദൂം കബീറിൻ്റെതാണ് തസൗഫുള്ള ഗ്രന്ഥമാണ് ഹിദായത്തുൽ അദ്കിയ, മുർഷിദുൽ തുല്ലാബ് ഒക്കെ. പിന്നെ കവിതയിൽ പലതവണ വന്ന ചോദ്യമാണ് തഹ്രീദു അഹ്ലുൽ ഈമാൻ. മഖ്ദൂം അസ്സഗീറിൻ്റെതാണ് ഫത്തുഹുൽ മുഈൻ, തുഹ്ഫത്തുൽ മുജാഹിദീൻ ഒക്കെ. തുഹ്ഫത്തുൽ മുജാഹിദീൻ കവിതയുടേതാണ്, ഹിസ്റ്റോറിക്കൽ വർക്കാണിത്. കേരളത്തിൽ ആദ്യത്തെ ഹിസ്റ്ററി എന്നൊക്കെ പറയപ്പെടുന്ന ഗ്രന്ഥം കൂടിയാണ്. ഫത്തുഹുൽ മുഈൻ ഫിഖ്ഹിലുള്ള ഗ്രന്ഥമാണ്. പിന്നെ കേരളത്തിലെ ഷുഅറാക്കളുടെ റായിദ് എന്നറിയപ്പെടുന്ന ആള് ദഹ്ലവി പറഞ്ഞാൽ തന്നെ ദഹ്ലിയാണ്, ഡൽഹി ഓൾറെൻറ്റഡ് ആയ ആളാണല്ലേ. അപ്പോൾ ദഹ്ലവി ഇന്ത്യക്കാരാണ്, കേരളക്കാരനല്ല. ഗസാലിയും കേരളക്കാരനല്ല. അഹമ്മദ് മൗലവിയും ഖാദി മുഹമ്മദാണ് ഇതിൽ കേരളക്കാരായിട്ടുള്ളത്. ഇതിൽ ഖാദി മുഹമ്മദിനെയാണ് നമ്മൾ
റായിദ് ഷുഅറാ ഉൽ അറബിയ്യ ഫി കേരള എന്നറിയപ്പെടുക. പിന്നെ ഫത്തുൽ മൊയ്ൻ നേരത്തെ പറഞ്ഞു, ഫത്തുൽ മൊയ്ന് ഫിഖ്ഹിലുള്ള സൈനുദ്ദീൻ മഖ്ദൂം അസ്സഗീറിന്റെ ഗ്രന്ഥമാണ് അല്ലേ ഫത്തുൽ മൊയ്ൻ. ഓക്കെ. പിന്നെ അടുത്തത് ഇമാം അദ്ദഹ്ലവി. ഇമാം അദ്ദഹ്ലവി പറഞ്ഞാൽ ഷാഹു അല്ലാഹ് ദഹ്ലവിയാണ് ഉദ്ദേശിക്കുന്നത്. ഷാഹു അലി അള്ളാഹു ദഹ്ലവിയുടെ നസബ, അദ്ദേഹത്തിന്റെ പാരമ്പര്യം ഏത് ഖലീഫയിലേക്കാണ് എത്തുന്നത്? ഷാഹു അല്ലാഹ് ദഹ്ലവിയുടെ നസബ ഉമർ റളിയല്ലാഹു അൻഹുവിലേക്കാണ് അദ്ദേഹം എത്തുന്നത്. ഇദ്ദേഹത്തെക്കുറിച്ച് ഇന്ത്യൻ ഓതേഴ്സിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ കൂടിയാണ് ഷാഹു അലി അള്ളാഹു ദഹ്ലവി. അദ്ദേഹത്തിന്റെ ഖുർആനില്, ഹദീസില്, മറ്റു ഫിലോസഫിയില്, ഫിഖിലൊക്കെ ഗ്രന്ഥങ്ങളുണ്ട് അല്ലേ. അദ്ദേഹം ഫാരസി ഭാഷയിലേക്ക് ആദ്യമായിട്ട് ഖുർആനെ തർജ്ജമ ചെയ്ത വ്യക്തി ഇദ്ദേഹമാണ്. പേർഷ്യക്കാരനല്ല, ഇന്ത്യക്കാരനാണ്. ഫാരസി ഭാഷയിലേക്ക് ആദ്യമായിട്ട് ഖുർആനെ പരിഭാഷപ്പെടുത്തിയത്. പിന്നെ മദ്രസത്തുർ റഹീമിയ എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരുപാട് ആളുകളെ വിദ്യാഭ്യാസം കൊടുക്കാനും ആ ഒരു പ്രസ്ഥാനത്തിന് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ മുന്നോട്ട് വന്ന ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയ സ്കോളറാണ് ഷാഹു അല്ലാഹു ദഹ്ലവി. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ, ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ എന്ന് പറയുന്ന ഗ്രന്ഥം. അതേപോലെ ഇന്ത്യൻ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് വന്ന അടുത്ത ചോദ്യമാണ് സബഹത്തുൽ മർജാൻ. സബഹത്തുൽ മർജാൻ എന്ന് പറയുന്ന കവിതാ ശകലമാണ്. ആ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങൾ കൂടിയാണ്, ഒരുപാട് ആളുകളെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു സാഹിത്യകൃതികൾ കൂടിയാണ്. അത് ആരുടേതാണ്? സബഹത്തുൽ മർജാൻ വളരെ പ്രശസ്തമായ ഗുലാം അലി ആസാദ് അൽ ബൽഗ്രാമിയുടെ രചനയാണ്. ഗുലാം അലി ആസാദ് അൽ ബൽഗ്രാമിയുടെ ഏറ്റവും മാസ്റ്റർ പീസ് വർക്കാണ് സബഹത്തുൽ മർജാൻ. നേരത്തെ പറഞ്ഞ ഈ ഓപ്ഷനിൽ കൊടുത്ത 4 പേരെ കുറിച്ചുള്ള ഒരു ബ്രീഫ് സ്കെച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ ഈ ഓപ്ഷനുകൾ ഇനി പിന്നീട് പല രീതിയിലും വരാം. അപ്പോൾ ഇവരെ കുറിച്ച് ഏറ്റവും ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഷാഹു അല്ലാഹുവിന്റെ ഏറ്റവും ഫേമസ് ആയ വർക്ക് ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗയാണ്. പിന്നെ അബു ഹസൻ അലി ഹസൻ നദ്വിയുടെ ഏറ്റവും പ്രശസ്തമായ വർക്ക് മാദാ ഖസറൽ ആലം ബിൻ ഹിതാത്തിൽ മുസ്ലിമീൻ എന്നുള്ളതാണ്. പിന്നെ അബ്ദുല്ലഹിൽ ഹസനി ഉണ്ട്, ഇദ്ദേഹത്തിന്റെ പിതാവ്. അബ്ദുല്ലഹിൽ ഹസനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്കും നുസത്തുൽ ഖവാത്തിർ ബഹ്ജത്തുൽ മസാബി വൻ നവാദിർ എന്ന് പറയുന്ന ഗ്രന്ഥമാണ് നുസത്തുൽ ഖവാത്തിർ. ഓക്കെ. അപ്പോൾ ഈ 4 ഇവരുടെ ഏറ്റവും മാസ്റ്റർ പീസ് ആയ വർക്കുകളാണ്. നുസത്തുൽ ഖവാത്തിറാണ് അബ്ദുല്ലഹിൽ ഹസനിയുടേത്, മാദാ ഖസറുൽ ആലമാണ് അബുൽ ഹസൻ നദ്വിയുടേത്, ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗയാണ് ഷാഹു അല്ലാഹു ദഹ്ലവിയുടേത്, പിന്നെ സബഹത്തുൽ മർജാനാണ് ബൽഗ്രാമിയുടേത് അല്ലേ. ഇവരൊക്കെ ഈ സബഹത്തുൽ ബൽഗ്രാമി എന്നുള്ള ഉത്തർപ്രദേശിലുള്ള സ്ഥലമാണ് ബൽഗ്രാം. ഷാഹു അല്ലാഹു ദഹ്ലവി ഡൽഹിക്കാരനാണ്. പിന്നെ നദ്വി റായ്ബറേലി ഉത്തർപ്രദേശിലുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ പിതാവും അവിടെ തന്നെയാണ്, ഉത്തർപ്രദേശിലുള്ള ആളാണ്. ഇവരുടെ ലക്കബ് ഇതാണ്. ഗുലാം അലി ആസാദ് ബൽഗ്രാം ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ കവിയാണ്. അതുകൊണ്ടാണ് ഹസ്സാനുൽ ഹിന്ദ് എന്ന് പറയുന്നത്. ഹസ്സാനുൽ ഹിന്ദ്. ഹസ്സാനു മലേബാർ ഖാലി മുഹമ്മദ് ആണ്. പിന്നെ മുജദ്ദിദുൽ ഹിന്ദ് എന്നാണ് പറയാ ഷാഹു അല്ലാഹു ദഹ്ലവിയെ കുറിച്ച്. പിന്നെ അലീമിയ എന്നാണ് അബുൽ ഹസൻ നദ്വിയെ കുറിച്ച് പറയാറുള്ളത്. പിന്നെ ഇബ്നു ഖല്ലിഖാനുൽ ഹിന്ദാണ്. ഇബ്നു ഖല്ലിഖാനുൽ ഹിന്ദ് എന്നാണ് അബ്ദുൽ ഹയ്യുൽ ഹസനിയെ കുറിച്ച് പറയാറുള്ളത്. ഓക്കെ. പിന്നെ അടുത്തൊരു ചോദ്യം, കിതാബ് നഫായിസുദ്ദുറർ എന്ന് പറയുന്ന ഗ്രന്ഥം. നേരത്തെ പറഞ്ഞു ഖാലി മുഹമ്മദിന്റെ ഗ്രന്ഥമാണ് നഫായിസുദ്ദുറർ. നഫായിസുദ്ദുറർ ഏത് ഫന്നിൽ വന്ന ഗ്രന്ഥമാണ്? നഫായിസുദ്ദുറർ ഇൽമുൽ അഖീദയിൽ വന്ന ഗ്രന്ഥമാണ്. അതിൽ മബായിസുൽ ഈമാൻ ഉണ്ട്, ഉസൂലുൽ ഇഅ്തിഖാദ് ഒക്കെ ചർച്ച ചെയ്യുന്ന, മസായിലുൽ അഖായിദ് ഒക്കെ ചർച്ച ചെയ്യുന്ന ഗ്രന്ഥമാണ് നഫായിസുദ്ദുറർ. നഫായിസുദ്ദുറർ കവിതാ ഗ്രന്ഥങ്ങൾ കൂടിയാണ്. ഓക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്തരം ക്ലാസ് കേട്ട് ക്ഷമിച്ച നിങ്ങൾക്ക് നന്ദി അർപ്പിക്കുകയാണ്. ശുക്രൻ ജസാക്കമുല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.